ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് എവിടെ എപ്പോൾ നടന്നു? 1951-ൽ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദം, സഹകരണം, കായിക മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1951-ൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇത് ഏഷ്യൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ നിയമങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന സംഘടന ഏതാണ്? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ (OCA). ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുകയും അതിന്റെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ (OCA) ആണ്. ഏഷ്യയിലെ കായിക വികസനത്തിന് ഈ സംഘടന നിർണായക പങ്കുവഹിക്കുന്നു. 2022-2023 പതിപ്പിനു മുമ്പ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മുൻപത്തെ മികച്ച മെഡൽ നേട്ടം എത്രയായിരുന്നു? 2018-ലെ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ 70 മെഡലുകൾ. 2022-2023 ഏഷ്യൻ ഗെയിംസിലെ 107 മെഡലുകൾക്ക് മുമ്പ് 2018-ൽ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം. അന്ന് 70 മെഡലുകളാണ് നേടിയത്. ഇത് രാജ്യത്തിന്റെ കായിക മുന്നേറ്റത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? ഉദയസൂര്യൻ (ഷൈനിംഗ് സൺ). ഏഷ്യയുടെ ഐക്യത്തെയും പുരോഗതിയെയും പ്രതീകപ്പെടുത്തുന്ന ഉദയസൂര്യൻ ആണ് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം. ഇത് ഏഷ്യൻ രാജ്യങ്ങളുടെ കായിക ഭാവിയെയും പ്രതീക്ഷകളെയും സൂചിപ്പിക്കുന്നു. ആത്മീയ സഭ രൂപീകരിച്ചത് ആര്, എപ്പോഴാണ്? രാജാറാം മോഹൻ റോയ് 1815-ൽ. രാജാറാം മോഹൻ റോയ് 1815-ൽ കൊൽക്കത്തയിൽ സ്ഥാപിച്ച ആത്മീയ സഭ മതപരമായ ചർച്ചകളും സാമൂഹിക പരിഷ്കരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിരുന്നു. പിന്നീട് ഇത് ബ്രഹ്മസമാജമായി പരിണമിച്ചു. ഏകദൈവാരാധന, യുക്തിവാദം എന്നിവ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ ഫിനാൻസ് എന്നീ ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചതിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധനായ മുഹമ്മദ് യൂനുസിനാണ് മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ ഫിനാൻസ് എന്നീ ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചതിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. മുഹമ്മദ് യൂനുസ് ഒരു ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനുമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കും മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ ഫിനാൻസ് ആശയങ്ങൾക്കും 2006-ൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1824-ലെ ബാരക്പൂർ കലാപത്തിന് കാരണമെന്തായിരുന്നു? കടൽമാർഗം ബർമയിലേക്ക് പോകാനുള്ള ഉത്തരവിനോടുള്ള എതിർപ്പ്. ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർ കടൽമാർഗം ബർമയിലേക്ക് പോകാൻ വിസമ്മതിച്ചതാണ് 1824-ലെ ബാരക്പൂർ കലാപത്തിന് പ്രധാന കാരണം. അന്നത്തെ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് കടൽ യാത്ര സമുദായ ഭ്രഷ്ടിന് കാരണമാകുമെന്ന് സൈനികർ ഭയന്നിരുന്നു. ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർക്കിടയിൽ ഇന്ത്യയിൽ ആദ്യമായി ബാഡ്മിന്റൺ കളിച്ചത് എവിടെയാണ്? പൂന, ഇപ്പോഴത്തെ പൂനെ. ബാഡ്മിന്റൺ എന്ന കായിക വിനോദത്തിന്റെ ആധുനിക രൂപം വികസിപ്പിച്ചത് ഇന്ത്യയിലാണ്. 1860-കളിൽ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ പൂനെയിൽ, ഇപ്പോഴത്തെ പൂനെ, ഇത് കളിക്കുകയും പൂന ഗെയിം എന്ന് അറിയപ്പെടുകയും ചെയ്തു. 1870-കളിൽ ഇംഗ്ലണ്ടിലേക്ക് ഈ കളി പ്രചരിച്ചു. 1873-ൽ ബ്രിട്ടീഷുകാർ ബാഡ്മിന്റൺ നിയമങ്ങൾ രൂപീകരിച്ചതായി പറയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? പൂന, പുണെ. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണ് ബാഡ്മിന്റൺ കളിയുടെ നിയമങ്ങൾ ഔദ്യോഗികമായി രൂപീകരിച്ചത്. മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിൽ വെച്ചാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഈ നഗരം പിന്നീട് പുണെ എന്നറിയപ്പെട്ടു. ബാഡ്മിന്റണിന്റെ പരമോന്നത അന്താരാഷ്ട്ര ഭരണസമിതി ഏതാണ്? ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ (IBF), ഇപ്പോൾ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ (BWF). ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ (BWF) ആണ് ലോകമെമ്പാടുമുള്ള ബാഡ്മിന്റൺ കളിയുടെ ഭരണം നടത്തുന്നത്. ഇതു മുമ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ (IBF) എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംഘടന കളിയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ (IBF) സ്ഥാപിതമായ വർഷം ഏതാണ്? 1934. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ (BWF) മുൻഗാമിയായ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ (IBF) 1934-ൽ സ്ഥാപിതമായി.
ലോകമെമ്പാടുമുള്ള ബാഡ്മിന്റൺ കളിയുടെ വികസനത്തിനും പ്രചാരണത്തിനും ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷനുമായി IBF ബന്ധം സ്ഥാപിച്ച വർഷം ഏതാണ്? 1936. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ IBF സ്ഥാപിതമായി 2 വർഷത്തിനു ശേഷം 1936-ൽ ഇന്ത്യ അതിൽ അംഗത്വം നേടി. ഇത് ഇന്ത്യൻ ബാഡ്മിന്റൺ കായികരംഗത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടാൻ സഹായിച്ചു. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷന്റെ IBF ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? സർ ജോർജ് അല്ലൻ തോമസ്. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷന്റെ IBF ആദ്യ പ്രസിഡന്റായി സർ ജോർജ് അല്ലൻ തോമസ് സേവനമനുഷ്ഠിച്ചു. ഇദ്ദേഹം ഒരു പ്രമുഖ ബ്രിട്ടീഷ് ബാഡ്മിന്റൺ കളിക്കാരനും കായിക ഭരണാധികാരിയുമായിരുന്നു. 2006 മുതൽ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷന്റെ IBF ഇപ്പോഴത്തെ പേരെന്താണ്? ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ BWF. ബാഡ്മിന്റൺ കളിയുടെ ആഗോള ഭരണസമിതിയായ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ IBF 2006-ൽ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ BWF എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ പേരുമാറ്റം സംഘടനയുടെ ആഗോള പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ BWF ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോലാലംപൂർ, മലേഷ്യ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ BWF ആസ്ഥാനം മലേഷ്യയിലെ കോലാലംപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ബാഡ്മിന്റൺ കളിയുടെ ഭരണപരമായ കാര്യങ്ങൾ ഈ ആസ്ഥാനത്ത് നിന്നാണ് നിയന്ത്രിക്കുന്നത്. ഏതു വർഷവും ഏത് ഒളിമ്പിക്സ് ഗെയിംസിലുമാണ് ബാഡ്മിന്റൺ ഒരു മെഡൽ കായിക ഇനമായി ഉൾപ്പെടുത്തിയത്? 1992 ബാർസലോണ ഒളിമ്പിക്സ്. 1992-ലെ ബാർസലോണ ഒളിമ്പിക്സിലാണ് ബാഡ്മിന്റൺ ആദ്യമായി ഒരു പൂർണ്ണ മെഡൽ കായിക ഇനമായി ഉൾപ്പെടുത്തിയത്. ഇത് ബാഡ്മിന്റൺ കളിയുടെ ആഗോള അംഗീകാരത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. അതിനുമുമ്പ് 1972-ൽ മ്യൂണിക്ക് ഒളിമ്പിക്സിൽ ഇത് ഒരു പ്രദർശന ഇനമായി ഉൾപ്പെടുത്തിയിരുന്നു. ആദ്യ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഏതു വർഷവും ഏത് നഗരത്തിലുമാണ് നടന്നത്? 1977 മാൽമോ, സ്വീഡൻ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആദ്യമായി നടന്നത് 1977-ൽ സ്വീഡനിലെ മാൽമോ നഗരത്തിൽ വെച്ചാണ്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ BWF സംഘടിപ്പിക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ് ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നാണ്. 2022-ലെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? വിക്ടർ അക്സൽസെൻ, ഡെൻമാർക്ക്. 2022-ലെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡെൻമാർക്കിന്റെ വിക്ടർ അക്സൽസെൻ പുരുഷ സിംഗിൾസ് കിരീടം നേടി. നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാഡ്മിന്റൺ കളിക്കാരിലൊരാളാണ് ഇദ്ദേഹം. ഈ വിജയം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പ്രധാന നേട്ടമായിരുന്നു. 2022-ലെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്? അകാനെ യമാഗുച്ചി, ജപ്പാൻ. 2022-ൽ ടോക്കിയോയിൽ വെച്ച് നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജപ്പാന്റെ അകാനെ യമാഗുച്ചി കിരീടം നിലനിർത്തി. ഈ വിജയം അകാനെയുടെ രണ്ടാം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടമായിരുന്നു. ഇത് അവരുടെ കരിയറിലെ ഒരു പ്രധാന നേട്ടമാണ്. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായും ഏതുതരം മത്സരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ടീം ഇവന്റ്. തോമസ് കപ്പ് ബാഡ്മിന്റണിലെ പുരുഷന്മാരുടെ ദേശീയ ടീമുകൾക്കായുള്ള ലോക ചാമ്പ്യൻഷിപ്പാണ്. ദ്വിവത്സര അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ ടൂർണമെന്റ് ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ BWF ആണ് സംഘടിപ്പിക്കുന്നത്. ബാഡ്മിന്റണിലെ തോമസ് കപ്പ് ഏതു വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? സർ ജോർജ് അലൻ തോമസ്. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റായിരുന്ന സർ ജോർജ് അലൻ തോമസിന്റെ പേരിലാണ് തോമസ് കപ്പ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു പ്രമുഖ ഇംഗ്ലീഷ് ബാഡ്മിന്റൺ കളിക്കാരനും കായിക ഭരണാധികാരിയുമായിരുന്നു. ആദ്യത്തെ തോമസ് കപ്പ് എപ്പോഴാണ്, എവിടെയാണ് സംഘടിപ്പിച്ചത്? 1948 മുതൽ 49 വരെ, പ്രസ്റ്റൺ. തോമസ് കപ്പിന്റെ ഉദ്ഘാടന ടൂർണമെന്റ് 1948 മുതൽ 49 വരെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ പ്രസ്റ്റണിൽ വെച്ചാണ് നടന്നത്. ഇത് പുരുഷന്മാരുടെ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. 2022 മെയ് മാസത്തിൽ ആദ്യമായി തോമസ് കപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ.
2022-ൽ ബാങ്കോക്കിൽ വെച്ച് നടന്ന തോമസ് കപ്പ് ഫൈനലിൽ 14 തവണ ചാമ്പ്യന്മാരായ ഇന്തോനേഷ്യയെ തോൽപ്പിച്ച് ഇന്ത്യ ചരിത്രത്തിലാദ്യമായി കിരീടം നേടി. ഈ വിജയം ഇന്ത്യൻ ബാഡ്മിന്റൺ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഊബർ കപ്പ് ഏത് കായിക ഇനവുമായും ഏതുതരം മത്സരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ വനിതകളുടെ അന്താരാഷ്ട്ര ടീം ഇവന്റ്. ഊബർ കപ്പ് ബാഡ്മിന്റണിലെ വനിതാ ദേശീയ ടീമുകൾക്കായുള്ള ലോക ചാമ്പ്യൻഷിപ്പാണ്. തോമസ് കപ്പിന് സമാനമായി ദ്വിവത്സര അടിസ്ഥാനത്തിൽ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ (BWF) ആണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ബാഡ്മിന്റണിലെ ഊബർ കപ്പ് ഏതു വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ബെറ്റി ഊബർ. ഒരു പ്രമുഖ ബ്രിട്ടീഷ് ബാഡ്മിന്റൺ കളിക്കാരിയും കായിക സംഘാടകയുമായിരുന്ന ബെറ്റി ഊബറിന്റെ പേരിലാണ് ഊബർ കപ്പ് അറിയപ്പെടുന്നത്. വനിതാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് അവരായിരുന്നു. ആദ്യത്തെ ഊബർ കപ്പ് എപ്പോഴാണ് നടന്നത്? 1956 മുതൽ 57 വരെ. ഊബർ കപ്പിന്റെ ഉദ്ഘാടന ടൂർണമെന്റ് 1956 മുതൽ 57 വരെ കാലഘട്ടത്തിൽ ലങ്കാഷെയറിലെ പ്രസ്റ്റണിൽ വെച്ചാണ് നടന്നത്. ഇത് വനിതാ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു. സുദിർമാൻ കപ്പ് ഏത് കായിക ഇനവുമായും ഏതുതരം മത്സരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ ലോക മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പ്. സുദിർമാൻ കപ്പ് ബാഡ്മിന്റണിലെ മിക്സഡ് ദേശീയ ടീമുകൾക്കായുള്ള ലോക ചാമ്പ്യൻഷിപ്പാണ്. ഇത് ഓരോ 2 വർഷത്തിലും നടക്കുന്നു. വ്യക്തിഗത മത്സരങ്ങളായ സിംഗിൾസ്, ഡബിൾസ് എന്നിവയേക്കാൾ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിനാണ് ഊന്നൽ നൽകുന്നത്. ബാഡ്മിന്റണിലെ സുദിർമാൻ കപ്പ് ഏതു വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഡിക്ക് സുദിർമാൻ. ഇന്തോനേഷ്യൻ ബാഡ്മിന്റൺ അസോസിയേഷന്റെ സ്ഥാപകരിൽ ഒരാളും ബാഡ്മിന്റൺ ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയുമായിരുന്ന ഡിക്ക് സുദിർമാന്റെ പേരിലാണ് ഈ കപ്പ് അറിയപ്പെടുന്നത്. ബാഡ്മിന്റൺ കായികരംഗത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ആർത്രോപോഡുകളുടെ ശരീര അറയെ എന്തു വിളിക്കുന്നു? ഹീമോസീൽ. ആർത്രോപോഡുകളുടെ ശരീര അറയെ ഹീമോസീൽ എന്ന് വിളിക്കുന്നു. ഇത് രക്തം, ഹീമോലിംഫ് കൊണ്ട് നിറഞ്ഞ ഒരു അറയാണ്. ഇത് കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കും പോഷകങ്ങളും ഓക്സിജനും എത്തിക്കാൻ സഹായിക്കുന്നു. ഈ പ്രത്യേകത അവയുടെ തുറന്ന രക്തചംക്രമണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. മിക്ക പ്രാണികളിലെയും പ്രധാന വിസർജന അവയവങ്ങൾ ഏതാണ്? മാൽപിജിയൻ കുഴലുകൾ. മിക്ക പ്രാണികളിലെയും പ്രധാന വിസർജന അവയവങ്ങളാണ് മാൽപിജിയൻ കുഴലുകൾ. ഈ കുഴലുകൾ ശരീരത്തിലെ മാലിന്യങ്ങളെയും അമിതമായ വെള്ളത്തെയും നീക്കം ചെയ്യാനും ജലസന്തുലിതാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു. ഇത് പ്രാണികളുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്. ചില ക്രസ്റ്റേഷ്യനുകളിലെ ഗ്രീൻ ഗ്രന്ഥികൾക്ക് മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ആന്റിനൽ ഗ്രന്ഥികൾ അല്ലെങ്കിൽ മാക്സിലറി ഗ്രന്ഥികൾ. ക്രസ്റ്റേഷ്യനുകളിലെ ഗ്രീൻ ഗ്രന്ഥികൾ വിസർജന അവയവങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവയെ ആന്റിനൽ ഗ്രന്ഥികൾ എന്നും മാക്സിലറി ഗ്രന്ഥികൾ എന്നും അറിയപ്പെടുന്നു. അവയുടെ സ്ഥാനം അനുസരിച്ചാണ് ഈ പേരുകൾ വരുന്നത്. ഇവ ശരീരത്തിലെ ജലാംശവും ലവണാംശവും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രാണികൾക്ക് സാധാരണയായി എത്ര ജോഡി കാലുകളുണ്ട്? 3 ജോഡി. പ്രാണികൾക്ക് സാധാരണയായി 3 ജോഡി കാലുകളാണുള്ളത്. ഈ കാലുകൾ അവയുടെ ഉരസ്സിൽ thorax ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ചലനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഇവ സഹായിക്കുന്നു. ഈ പ്രത്യേകത പ്രാണികളെ മറ്റ് ആർത്രോപോഡുകളിൽ നിന്ന് വേർതിരിക്കുന്നു. ഒരു പാറ്റയുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 13 അറകൾ. ഒരു പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളാണുള്ളത്. ഇത് മനുഷ്യരുടെ ഹൃദയത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഘടനയാണ്. ഈ അറകളിലൂടെയുള്ള രക്തചംക്രമണം അവയുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നു. ആർത്രോപോഡുകളുടെ ബാഹ്യ അസ്ഥികൂടത്തിന്റെ പ്രധാന ഘടകമല്ലാത്തത് എന്താണ്? ലിഗ്നിൻ. ആർത്രോപോഡുകളുടെ ബാഹ്യ അസ്ഥികൂടത്തിന്റെ പ്രധാന ഘടകം കൈറ്റൻ ആണ്. ഇത് ഒരുതരം കാർബോഹൈഡ്രേറ്റ് പോളിമറാണ്. ലിഗ്നിൻ സസ്യങ്ങളുടെ കോശഭിത്തികളിൽ കാണുന്ന ഒരു ഘടകമാണ്. ആർത്രോപോഡുകളുടെ എക്സോസ്കെലിറ്റണിന്റെ ഭാഗമല്ല. കൈറ്റിൻ അവയ്ക്ക് സംരക്ഷണം നൽകുകയും ശരീരത്തിന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. എക്കിനോഡർമാറ്റ് ഫൈലത്തിലെ എല്ലാ ജീവികളും എവിടെയാണ് വസിക്കുന്നത്? കടലിൽ, സമുദ്രത്തിൽ. എക്കിനോഡർമാറ്റ് ഫൈലത്തിലെ എല്ലാ ജീവികളും സമുദ്ര പരിസ്ഥിതികളിൽ മാത്രം വസിക്കുന്നു. കടൽ നക്ഷത്രങ്ങൾ, കടൽ അർച്ചനുകൾ, കടൽ വെള്ളരികൾ തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്നു.
അവ ശുദ്ധജലത്തിലോ കരയിലോ കാണപ്പെടുന്നില്ല. വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ സാന്നിധ്യം ഏതു ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? എക്കിനോഡർമാറ്റ്. എക്കിനോഡർമാറ്റ് ഫൈലത്തിലെ ജീവികളുടെ ഒരു പ്രധാന സവിശേഷതയാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ജലസംവഹന വ്യവസ്ഥ. ഈ വ്യവസ്ഥ ചലനം, ഭക്ഷണം പിടിക്കൽ, വാതക വിനിമയം എന്നിവയ്ക്ക് സഹായിക്കുന്നു. സ്റ്റോൺ കനാൽ, റിംഗ് കനാൽ, റേഡിയൽ കനാൽ എന്നിവ ഇതിന്റെ പ്രധാന ഭാഗങ്ങളാണ്. എക്കിനോഡർമാറ്റയിലെ ട്യൂബ് ഫീഡുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ചലനം, ഭക്ഷണം കഴിക്കൽ, ശ്വാസോച്ഛ്വാസം. എക്കിനോഡർമാറ്റയിലെ ട്യൂബ് ഫീഡുകൾ, അംബുലാക്രൽ പാദങ്ങൾ, വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇവ പ്രധാനമായും ചലനത്തിനും ഇരപിടിക്കാനും ഭക്ഷണശേഖരണത്തിനും ശ്വാസോച്ഛ്വാസത്തിനും സഹായിക്കുന്നു. ഈ പാദങ്ങൾ വഴിയുള്ള പ്രവർത്തനം അവയുടെ അതിജീവനത്തിന് നിർണായകമാണ്. കടൽച്ചേനകളിൽ സീ ഏർച്ചൻസ്, അരിസ്റ്റോട്ടിലിന്റെ വിളക്ക്, അരിസ്റ്റോട്ടൽ എസ് ലാന്റൺ എന്ന അവയവത്തിന്റെ ധർമ്മം എന്ത്? ഭക്ഷണം ചവച്ചരയ്ക്കുക എന്നതാണ്. അരിസ്റ്റോട്ടിലിന്റെ വിളക്ക് എന്നത് കടൽച്ചേനകളുടെ വായിലുള്ള സങ്കീർണമായ ഒരു ചവയ്ക്കുന്ന അവയവമാണ്. 5 കാൽസ്യം കാർബണേറ്റ് പല്ലുകൾ ചേർന്ന ഈ ഘടന പ്രധാനമായും ആൽഗകളെയും മറ്റ് ചെറിയ ജീവികളെയും ചവച്ചരക്കാൻ സഹായിക്കുന്നു. ഇവയുടെ ആഹാരരീതിക്ക് ഇത് അത്യാവശ്യമാണ്. ഫൈലം കോർഡേറ്റയിൽപ്പെട്ട ജീവികൾക്ക് പൊതുവായുള്ള സവിശേഷതകൾ എന്തെല്ലാം? ഒരു നട്ടെല്ലോ നോട്ടോകോർഡ് ഉണ്ടായിരിക്കും. കോർഡേറ്റ ഫൈലത്തിലെ ജീവികളുടെ പ്രധാന സവിശേഷതകൾ അവയുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ കാണുന്ന നോട്ടോകോർഡ്, ഡോർസൽ ഹോളോ നെർവ് കോർഡ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റുകൾ, പോസ്റ്റ് ഏനൽ ടെയിൽ എന്നിവയാണ്. ഈ സവിശേഷതകളാണ് അവയെ മറ്റ് ഫൈലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. എല്ലാ കോർഡേറ്റകളിലും ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റുകൾ, ഫറിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് എപ്പോഴാണ് കാണപ്പെടുന്നത്? ഭ്രൂണാവസ്ഥയിൽ, എംബ്രിയോണിക് സ്റ്റേജ്. കോർഡേറ്റ വിഭാഗത്തിലെ എല്ലാ ജീവികളിലും അവയുടെ ഭ്രൂണാവസ്ഥയിൽ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റുകൾ കാണപ്പെടുന്നു. ചില ജീവികളിൽ ഇത് മുതിർന്ന അവസ്ഥയിലും നിലനിൽക്കുന്നുണ്ടെങ്കിലും മറ്റു ചിലതിൽ ഇത് പിന്നീട് മറ്റു ഘടനകളായി രൂപാന്തരപ്പെടുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യുന്നു. ഇത് കോർഡേറ്റകളുടെ പരിണാമപരമായ ബന്ധം സൂചിപ്പിക്കുന്നു. പൈസീസ് ക്ലാസിൽപ്പെട്ട എല്ലാ മൃഗങ്ങളും എവിടെയാണ് ജീവിക്കുന്നത്? അവ ജലത്തിൽ വസിക്കുന്നവയാണ്. പൈസസ് അഥവാ മത്സ്യങ്ങൾ പൂർണ്ണമായും ജലത്തിൽ ജീവിക്കാൻ അനുരൂപപ്പെട്ട ജീവികളാണ്. ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഇവയെ കാണാം. വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന ചെകിളപ്പൂക്കളും ഗിൽസ്, നീന്താൻ സഹായിക്കുന്ന ചിറകുകളും ഫെൻസ് ഇവയുടെ പ്രധാന സവിശേഷതകളാണ്. പൈസസ് ക്ലാസിൽപ്പെട്ട മൃഗങ്ങളിൽ ശ്വാസമെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത്? ചെകിളപ്പൂക്കൾ ഗിൽസ് വഴി. മത്സ്യങ്ങൾ ചെകിളപ്പൂക്കൾ ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കുന്നു. വെള്ളം വായിലൂടെ കടത്തിവിട്ട് ചെകിളപ്പൂക്കളിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ അതിലെ ഓക്സിജൻ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇത് ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ആവശ്യമായ ശ്വാസന സംവിധാനമാണ്. പൈസസ് ക്ലാസിൽപ്പെട്ട മൃഗങ്ങളുടെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്? അതിൽ ഏതുതരം രക്തമാണ് അടങ്ങിയിരിക്കുന്നത്? 2 അറകളുള്ള ഹൃദയമാണ്. അതിൽ സിരാരക്തം, വീനസ് ബ്ലഡ് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. മത്സ്യങ്ങൾക്ക് ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളുമടങ്ങുന്ന 2 അറകളുള്ള ഹൃദയമാണ്. ഈ ഹൃദയത്തിലൂടെ ഓക്സിജൻ കുറഞ്ഞ സിരാരക്തം മാത്രമാണ് കടന്നുപോകുന്നത്. ഇത് ചെകിളപ്പൂക്കളിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയും അവിടെ വെച്ച് ഓക്സിജൻ സ്വീകരിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒറ്റചക്ര രക്തചംക്രമണമാണ്. ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. ആഫ്രിക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന ഇവയുടെ ശരാശരി ഉയരം 2.7 മീറ്ററും ഭാരം 150 കിലോഗ്രാമിന് മുകളിലുമാണ്. ഏറ്റവും വലിയ കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവി ഏപ്പ് ഏതാണ്? ഗൊറില്ല. കുരങ്ങു വർഗത്തിൽപ്പെട്ട ജീവികളിൽ ഏപ്സ് ഏറ്റവും വലുതാണ്. ഗോറില്ലകൾ മധ്യ ആഫ്രിക്കയിലെ വനങ്ങളിൽ ഇവയെ കാണാം. ഗോറില്ലകൾ സസ്യാഹാരികളാണ്. സാമൂഹികമായി ജീവിക്കുന്ന ഇവയ്ക്ക് വളരെ ശക്തമായ ശാരീരിക ഘടനയുണ്ട്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട.
ഏകദേശം 15 സെന്റിമീറ്റർ നീളവും 1.4 കിലോഗ്രാം വരെ ഭാരവുമുള്ള ഈ മുട്ടകൾ ഒരു കോഴിമുട്ടയുടെ ഏകദേശം 24 ഇരട്ടി വരും. ഇവയുടെ പുറന്തോട് വളരെ കട്ടിയുള്ളതും ഉറപ്പുള്ളതുമാണ്. ഏറ്റവും വലിയ കരയിലെ സസ്തനി ഏതാണ്? ആഫ്രിക്കൻ ആന, ആഫ്രിക്കൻ എലിഫന്റ്. ആഫ്രിക്കൻ ആനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരയിലെ സസ്തനി. ഇവയ്ക്ക് ഏകദേശം 4 മീറ്റർ വരെ ഉയരവും 6000 കിലോഗ്രാമിലധികം ഭാരവും വരും. സാമൂഹികമായി ജീവിക്കുന്ന ഈ സസ്യാഹാരികൾക്ക് ആഫ്രിക്കൻ വനങ്ങളിലും പുൽമേടുകളിലും കാണാൻ കഴിയും. ഏറ്റവും വലുതും ഭാരമേറിയതുമായ സസ്തനി ഏതാണ്? നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ. നീലത്തിമിംഗലം, ബാലനോപ്റ്റെറ മസ്ക്യൂലസ്, ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗമാണ്, ഭാരത്തിലും നീളത്തിലും. ഇതിന് 30 മീറ്ററിലധികം നീളവും 200 ടണ്ണിലധികം ഭാരവുമുണ്ടാകാം. സസ്തനി വർഗത്തിൽപ്പെട്ട ഈ ജീവിക്ക് ആഴക്കടലിൽ ജീവിക്കാൻ അനുയോജ്യമായ ശരീരഘടനയാണുള്ളത്. ഏറ്റവും ചെറിയ സസ്തനി ഏതാണ്? ഷ്രൂ. ഷ്രൂവാണ് സോറക്സ് മിനറ്റസ്, ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനികളിൽ ഒന്ന്. ഇവയുടെ ഭാരം ഏകദേശം 2 ഗ്രാം മാത്രമാണ്. ചെറിയ വലിപ്പവും ഉയർന്ന ഉപാപചയ നിരക്കും ഇവയുടെ പ്രധാന സവിശേഷതകളാണ്. ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഹമ്മിംഗ്ബേർഡ്. ക്യൂബയിൽ കാണുന്ന ബി ഹമ്മിംഗ്ബേർഡ്, മെലിഷുഗ ഹെലനെ, ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി. ഇതിന് വെറും 5 മുതൽ 6 വരെ സെന്റിമീറ്റർ നീളവും 2 ഗ്രാം ഭാരവുമേ ഉണ്ടാകൂ. ഇവ അതിവേഗം ചിറകടിച്ചു പറക്കുന്നതിനും പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നതിനും പേരുകേട്ടവയാണ്. ഏറ്റവും വേഗത്തിൽ ഓടുന്ന മൃഗം ഏതാണ്? ചീറ്റ. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വേഗതയേറിയത് ചീറ്റ, അസിനോനെക്സ് ജൂബേറ്റസ്, ആണ്. ഇതിന് മണിക്കൂറിൽ 110 മുതൽ 120 വരെ കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. വേഗത്തിലുള്ള വേട്ടയാടലിന് സഹായിക്കുന്ന ശരീരഘടനയും പേശീബലവുമാണ് ചീറ്റയുടെ പ്രത്യേകത. മാർസുപ്പിയലുകൾക്ക് ഉദാഹരണമായ മൃഗങ്ങൾ ഏതാണ്? കാംഗാരു. മാക്രോപോഡിഡി, മാർസുപ്പിയൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്തനിയാണ്. ഈ വിഭാഗത്തിലെ മൃഗങ്ങളുടെ പ്രധാന സവിശേഷത കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലെ സഞ്ചിയിൽ മാസൂപ്പിയം വഹിച്ചു വളർത്തുന്നു എന്നതാണ്. ഓസ്ട്രേലിയയിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഇവയെ പ്രധാനമായും കാണപ്പെടുന്നത്. മുട്ടയിടുന്ന സസ്തനികൾ ഏതാണ്? എക്കിഡ്ന, ഡക്ക് ബിൽഡ് പ്ലാറ്റിബസും ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ്. എക്കിഡ്നയും ഡക്ക് ബിൽഡ് പ്ലാറ്റിബസും മോണോട്രീംസ് മുട്ടയിടുന്ന സസ്തനികളാണ്. ഇവയെ പ്രധാനമായും ഓസ്ട്രേലിയയിലും ന്യൂ ഗിനിയയിലുമാണ് കാണുന്നത്. സസ്തനികളിൽ സാധാരണയായി കാണുന്ന പ്രസവരീതിക്ക് വിപരീതമായി ഇവ മുട്ടയിടുന്നവയാണ് എന്നതിനാൽ ഇവയ്ക്ക് ജന്തുശാസ്ത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഉഭയജീവികൾ ആംഫിബിയൻസ് ഊഷ്മള രക്തമുള്ളവയാണോ അതോ ശീതള രക്തമുള്ളവയാണോ? ശീതള രക്തമുള്ളവ പോയ്ക്കിലോതേർമിക്. ഉഭയജീവികൾ ആംഫിബിയൻസ് ശീതള രക്തമുള്ള കോൾഡ് ബ്ലഡഡ് പോയ്ക്കിലോതേർമിക് ജീവികളാണ്. ഇതിനർത്ഥം അവയുടെ ശരീര താപനില ചുറ്റുപാടിന്റെ താപനിലയ്ക്ക് അനുസരിച്ച് മാറുന്നു എന്നാണ്. തണുപ്പുകാലത്ത് നിഷ്ക്രിയമാകുന്ന ഹൈബർനേഷൻ സ്വഭാവം ഇവയ്ക്ക് സാധാരണമാണ്. 2023 മുതൽ 24 വരെ സാമ്പത്തിക സർവേ പ്രകാരം FY24 ൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉത്പാദന GDP വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 8.2%. 2023 മുതൽ 24 വരെ സാമ്പത്തിക സർവേ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉത്പാദന GDP വളർച്ചാ നിരക്ക് 8.2%. ഈ വളർച്ച ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക പ്രകടനത്തെ സൂചിപ്പിക്കുന്നു. 2023 മുതൽ 24 വരെ സാമ്പത്തിക സർവേ പ്രകാരം FY24 ൽ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് എത്രയായിരുന്നു? 5.4%. 2023 മുതൽ 24 വരെ സാമ്പത്തിക സർവേ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് 5.4%. ഇത് റിസർവ് ബാങ്കിന്റെ പണപ്പെരുപ്പ ടാർഗറ്റ് റേഞ്ചിനുള്ളിൽ നിലനിർത്താൻ കഴിഞ്ഞത് സാമ്പത്തിക സ്ഥിരതയുടെ സൂചനയാണ്. FY24 ൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി CAD GDPയുടെ എത്ര ശതമാനമായിരുന്നു? 0.7%. 2023 മുതൽ 24 വരെ സാമ്പത്തിക സർവേ അനുസരിച്ച്
2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി കാഡ് ജിഡിപിയുടെ 0.7%. കുറഞ്ഞ കറന്റ് അക്കൗണ്ട് കമ്മി രാജ്യത്തിന്റെ ബാഹ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നു. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ അനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം നികുതി വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് നേരിട്ടുള്ള നികുതികളിൽ നിന്ന് ലഭിച്ചത്? 55%. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ പ്രകാരം ഇന്ത്യയുടെ മൊത്തം നികുതി വരുമാനത്തിന്റെ 55% നേരിട്ടുള്ള നികുതികളിൽ നിന്നാണ് ലഭിച്ചത്. ഇത് സർക്കാരിന്റെ ധനപരമായ അവസ്ഥയും നികുതി ശേഖരണത്തിലെ പ്രധാന സ്രോതസ്സുകളും വ്യക്തമാക്കുന്നു. നേരിട്ടുള്ള നികുതികളാണ് രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത്. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ അനുസരിച്ച് 2023 മുതൽ 24 വരെ സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ (RBI) നിലനിർത്തിയ പോളിസി റിപ്പോ നിരക്ക് എത്രയായിരുന്നു? 6.5%. 2023 മുതൽ 24 വരെ സാമ്പത്തിക വർഷത്തിൽ RBI 6.5% പോളിസി റിപ്പോ നിരക്ക് നിലനിർത്തി. ഇത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും RBI സ്വീകരിച്ച പ്രധാന നയപരമായ തീരുമാനമാണ്. ബാങ്കുകൾക്ക് RBI നൽകുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്കാണിത്. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ അനുസരിച്ച് 2024 മാർച്ചിൽ ബാങ്കിംഗ് മേഖലയിലെ മൊത്തം നിഷ്ക്രിയ ആസ്തി GNPA അനുപാതം എത്രയായിരുന്നു? 2.8%. 2024 മാർച്ചിലെ സാമ്പത്തിക സർവേ പ്രകാരം ബാങ്കിംഗ് മേഖലയിലെ GNPA അനുപാതം 2.8% ഇത് ബാങ്കിംഗ് മേഖലയുടെ ആരോഗ്യവും വായ്പാ ഗുണനിലവാരവും സൂചിപ്പിക്കുന്നു. കുറഞ്ഞ GNPA അനുപാതം ബാങ്കുകളുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെയും സാമ്പത്തിക സ്ഥിരതയെയും പ്രതിഫലിക്കുന്നു. സൂക്ഷ്മ ധനകാര്യ മേഖലയുടെ വലുപ്പത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? ആഗോളതലത്തിൽ രണ്ടാമത്. സൂക്ഷ്മ ധനകാര്യ മേഖലയുടെ വലുപ്പത്തിൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഇത് രാജ്യത്തെ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വികസനത്തിനും ഗ്രാമീണ മേഖലയിലെയും ചെറുകിട സംരംഭങ്ങളിലെയും വായ്പാ ലഭ്യതയ്ക്കും മൈക്രോ ഫിനാൻസ് വഹിക്കുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. ദരിദ്രർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ചെറിയ വായ്പകൾ ലഭ്യമാക്കുന്നതിൽ മൈക്രോ ഫിനാൻസ് വലിയ പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ അനുസരിച്ച് 2023 മുതൽ 24 വരെ സാമ്പത്തിക വർഷത്തിലെ ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പ നിരക്ക് എത്രയായിരുന്നു? 7.5%. 2023 മുതൽ 24 വരെ സാമ്പത്തിക വർഷത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പ നിരക്ക് 7.5% ആയിരുന്നു എന്ന് സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ വ്യക്തമാക്കുന്നു. ഇത് പൊതുജനങ്ങളുടെ ജീവിതച്ചെലവിനെയും ഉപഭോക്തൃ വാങ്ങൽ ശേഷിയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക സൂചകമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വിലവർദ്ധനവ് സാധാരണക്കാരെ കാര്യമായി ബാധിക്കും. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ അനുസരിച്ച് 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള RBIയുടെ പ്രവചനം എത്രയാണ്? 4.5%. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ പ്രകാരം 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം 4.5% ആയിരിക്കുമെന്നാണ് RBI പ്രവചിക്കുന്നത്. ഇത് സമ്പദ്വ്യവസ്ഥയുടെ ഭാവി ദിശയെക്കുറിച്ചുള്ള RBIയുടെ വിലയിരുത്തലാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. 2023 വിദേശ പണമിടപാടുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. 2023 വിദേശ പണമിടപാടുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ച രാജ്യം ഇന്ത്യയാണ്. ഇത് ഇന്ത്യൻ പ്രവാസികൾ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും നൽകുന്ന വലിയ സംഭാവനയെ എടുത്തുകാണിക്കുന്നു. വിദേശ പണമിടപാടുകൾ രാജ്യത്തിന്റെ വിദേശനാണ്യ ശേഖരം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. 2024 മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിലേക്കുള്ള GDP ബാഹ്യ കടം അനുപാതം എത്രയായിരുന്നു? 18.7%. 2024 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ GDPയിലേക്കുള്ള ബാഹ്യ കടം അനുപാതം 18.7% ആയിരുന്നു. ഇത് രാജ്യത്തിന്റെ കടഭാരവും സാമ്പത്തിക സ്ഥിതിയും വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രധാന സൂചകമാണ്. കുറഞ്ഞ കടം GDP അനുപാതം ആരോഗ്യകരമായ ഒരു സാമ്പത്തിക സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു.
2023-ൽ ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 38-ാം സ്ഥാനം. 2023-ൽ ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ LPI ഇന്ത്യക്ക് 38-ാം സ്ഥാനമായിരുന്നു. ഇത് രാജ്യത്തിന്റെ വ്യാപാര, വിതരണ ശൃംഖലകളുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൗകര്യ വികസനവും മെച്ചപ്പെട്ടുവരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മികച്ച ലോജിസ്റ്റിക്സ് റാങ്ക് വ്യാപാര വളർച്ചയ്ക്കും നിക്ഷേപ ആകർഷണത്തിനും സഹായിക്കുന്നു. 2024 മെയ് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം സ്ഥാപിച്ച വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ എത്ര ശതമാനമാണ് ഫോസിൽ ഇന്ധനേതര സ്രോതസ്സുകളിൽ നിന്നുള്ളത്? 45.4%. 2024 മെയ് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ 45.4% ഫോസിൽ ഇന്ധനേതര സ്രോതസ്സുകളിൽ നിന്നാണ്. ഇത് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയും കാലാവസ്ഥാ വ്യതിയാന ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധതയും എടുത്തുകാണിക്കുന്നു. ഹരിത ഊർജ്ജത്തിലേക്കുള്ള പരിവർത്തനത്തിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. സാമ്പത്തിക സർവേ 2023 മുതൽ 2024 വരെ പ്രകാരം അതുവരെ എത്ര ആയുഷ്മാൻ ഭാരത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്? 347 ദശലക്ഷത്തിലധികം. ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. രാജ്യത്തെ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പദ്ധതി ആരോഗ്യരംഗത്ത് സാമ്പത്തിക സംരക്ഷണം നൽകുകയും സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്ക് ഇന്ത്യയെ നയിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക സർവേ 2023 മുതൽ 2024 വരെ അനുസരിച്ച് കഴിഞ്ഞ 9 വർഷത്തിനിടെ PM ആവാസ് ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ എത്ര വീടുകളാണ് നിർമ്മിച്ചത്? 26.3 ദശലക്ഷം. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2016-ൽ ആരംഭിച്ചത് എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെയാണ്. ഗ്രാമീണ മേഖലകളിലെ യോഗ്യരായ ഭവനരഹിതർക്കും തകർന്ന വീടുകളിൽ താമസിക്കുന്നവർക്കും അടിസ്ഥാന സൗകര്യങ്ങളുള്ള വീടുകൾ നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്നു. ഇത് ഗ്രാമീണ ജീവിതനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. 2014 മുതൽ 15 വരെ മുതൽ ഗ്രാമസഡക് യോജനയ്ക്ക് കീഴിൽ എത്ര കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ചു? 1.514 ദശലക്ഷം കി.മീ. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന PMGSY 2000-ൽ ആരംഭിച്ചത് ഗ്രാമീണ റോഡ് ശൃംഖല വികസിപ്പിച്ച് ഗ്രാമീണ മേഖലകളെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇത് ഗതാഗതം മെച്ചപ്പെടുത്തുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ സഹായിക്കുകയും അതുവഴി ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രാമീണ വികസനത്തിലെ ഒരു പ്രധാന ഘടകമാണിത്. സാമ്പത്തിക സർവേ 2023 മുതൽ 2024 വരെ അനുസരിച്ച് 2022 മുതൽ 2023 വരെ വർഷത്തിൽ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയായിരുന്നു? 3.2%. തൊഴിലില്ലായ്മ നിരക്ക് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്നതിനുള്ള പ്രധാന സൂചകങ്ങളിലൊന്നാണ്. ഈ കണക്ക് തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളെയും സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ ഫലപ്രാപ്തിയെയും കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നു. കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് സാധാരണയായി ശക്തമായ സാമ്പത്തിക വളർച്ചയെയും വർദ്ധിച്ച തൊഴിലവസരങ്ങളെയും സൂചിപ്പിക്കുന്നു. സാമ്പത്തിക സർവേ 2023 മുതൽ 2024 വരെ അനുസരിച്ച് ഇന്ത്യയിലെ നിലവിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എത്രയാണ്? 37%. സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഒരു രാജ്യത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമ്പത്തിക വികസനത്തിന്റെയും ഒരു പ്രധാന അളവുകോലാണ്. ഈ നിരക്ക് വർദ്ധിക്കുന്നത് ലിംഗസമത്വം മെച്ചപ്പെടുത്തുന്നതിനെയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. സ്ത്രീകളുടെ തൊഴിൽ വിപണിയിലെ സജീവമായ പങ്കാളിത്തം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക സർവേ 2023 മുതൽ 2024 വരെ അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്ഥിരവിലയിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 4.18%. കാർഷിക മേഖല ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ഇത് രാജ്യത്തെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന് ഉപജീവനമാർഗം നൽകുന്നു. സ്ഥിരവിലയിലെ വളർച്ചാ നിരക്ക് യഥാർത്ഥ വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഇത് പണപ്പെരുപ്പത്തിന്റെ സ്വാധീനം ഒഴിവാക്കുന്നു. കാർഷിക വളർച്ച ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? 3ാമത്തെ വലിയ രാജ്യം. ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി എന്നാണ് അറിയപ്പെടുന്നത്.
പ്രത്യേകിച്ച് ജനറിക് മരുന്നുകളുടെ ഉൽപ്പാദനത്തിൽ. കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ ഇന്ത്യയുടെ ഈ സ്ഥാനം ആഗോള ആരോഗ്യരംഗത്ത് നിർണായകമാണ്. ഫാർമസ്യൂട്ടിക്കൽ മേഖല കയറ്റുമതിയിലൂടെയും നൂതന ഗവേഷണങ്ങളിലൂടെയും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. വസ്ത്രനിർമ്മാണത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? രണ്ടാമത്തെ വലിയ രാജ്യം. ഇന്ത്യയുടെ വസ്ത്രനിർമ്മാണ മേഖല ഒരു പ്രധാന കയറ്റുമതി വരുമാന സ്രോതസ്സാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഈ മേഖല അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, പരമ്പരാഗത കരകൗശല വിദ്യകൾ എന്നിവയാൽ സമ്പന്നമാണ്. ഈ സ്ഥാനം ഇന്ത്യയുടെ വ്യാവസായിക ശക്തിയും ആഗോള വ്യാപാരത്തിലെ പ്രാധാന്യവും എടുത്തുകാണിക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ എത്ര ശതമാനം സേവനമേഖല സംഭാവന ചെയ്തു? 55%. സേവനമേഖല, ബാങ്കിംഗ്, ഐടി, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയവ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഘടകമാണ്. ഇത് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ ജിഡിപി വലിയൊരു പങ്ക് വഹിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ മേഖലയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. 2023 ആഗോള ഡിജിറ്റലായി വിതരണം ചെയ്ത സേവന കയറ്റുമതിയിൽ ഇന്ത്യയുടെ പങ്ക് എത്രയായിരുന്നു? 6%. ഡിജിറ്റലായി വിതരണം ചെയ്യുന്ന സേവനങ്ങൾ, ഐടി, ബിപിഒ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങിയവ ഇന്ത്യയുടെ സേവന കയറ്റുമതിയുടെ വളർച്ചാ എഞ്ചിനാണ്. ഈ ഉയർന്ന പങ്ക് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യവും ആഗോള വിപണിയിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകാനുള്ള കഴിവും എടുത്തുകാണിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ ഇന്ത്യ സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നു. സാമ്പത്തിക വർഷം 2024 ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രതിദിന വേഗത എത്രയായിരുന്നു? പ്രതിദിനം ഏകദേശം 34 കിലോമീറ്റർ. 2024 സാമ്പത്തിക വർഷത്തിൽ ദേശീയപാത നിർമ്മാണത്തിൽ ഇന്ത്യ മികച്ച പുരോഗതി രേഖപ്പെടുത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ പ്രധാന സൂചകമാണിത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. 2023 ലോകബാങ്ക് ലോജിസ്റ്റിക്സ് സൂചികയുടെ അന്താരാഷ്ട്ര ഷിപ്മെന്റ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 22ാം സ്ഥാനം. 2023 ലോകബാങ്ക് ലോജിസ്റ്റിക്സ് ഇൻഡെക്സിൽ LPI ഇന്ത്യ അന്താരാഷ്ട്ര ഷിപ്മെന്റ് വിഭാഗത്തിൽ 22ാം സ്ഥാനം നേടി. ഇത് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് പ്രകടനത്തിലും ആഗോള വ്യാപാര ബന്ധങ്ങളിലും വലിയ മുന്നേറ്റം സൂചിപ്പിക്കുന്നു. ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ സൂചികയാണിത്. ഇന്ത്യക്ക് എത്ര സജീവ ബഹിരാകാശ ആസ്തികളാണുള്ളത്? 55. ഇന്ത്യക്ക് നിലവിൽ 55 സജീവ ബഹിരാകാശ ആസ്തികളുണ്ട്. ആശയവിനിമയം, ഭൗമനിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, ഗതിനിർണയം എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ബഹിരാകാശ ഗവേഷണത്തിലും സാങ്കേതികവിദ്യയിലും ഇന്ത്യയുടെ വളർച്ചയെ എടുത്തുകാണിക്കുന്നു. 2023 മുതൽ 2024 വരെ സാമ്പത്തിക സർവേ പ്രകാരം ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമിന് എത്ര രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളുണ്ട്? 262.8 ദശലക്ഷത്തിലധികം. 2023 മുതൽ 2024 വരെ സാമ്പത്തിക സർവേ പ്രകാരം ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമിന് 262.8 ദശലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളുണ്ട്. ഇത് ഡിജിറ്റൽ ഇന്ത്യയുടെ വിജയകരമായ കാൽവെപ്പുകളിൽ ഒന്നാണ്. പൗരന്മാർക്ക് അവരുടെ പ്രധാനപ്പെട്ട രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനും പങ്കിടുന്നതിനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കുന്നു. 2024 മാർച്ചിൽ ഇന്ത്യയുടെ ടെലിഡൻസി എത്രയായിരുന്നു? 85.7%. 2024 മാർച്ചിൽ ഇന്ത്യയുടെ ടെലിഡൻസി 85.7% ആയിരുന്നു. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ എത്ര പേർക്ക് ടെലിഫോൺ സേവനങ്ങൾ ലഭ്യമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഗ്രാമീണ, നഗരപ്രദേശങ്ങളിലെ ഡിജിറ്റൽ വിടവ് കുറയ്ക്കുന്നതിൽ ടെലികോം മേഖലയുടെ വളർച്ച നിർണായകമാണ്. അമിത ഉപഭോഗം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രദ്ധാപൂർവമായ ഉപഭോഗത്തെ പിന്തുണയ്ക്കുന്ന പദ്ധതി ഏതാണ്? മിഷൻ ലൈഫ്, പരിസ്ഥിതിക്കായുള്ള ജീവിതശൈലി. അമിത ഉപഭോഗം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവെച്ച പ്രധാനപ്പെട്ട ഒരു ആഗോള സംരംഭമാണ് മിഷൻ ലൈഫ്, ലൈഫ്സ്റ്റൈൽ ഫോർ എൻവയറൺമെന്റ്. പാരിസ്ഥിതിക ബോധമുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യക്തികളെയും സമൂഹത്തെയും കാലാവസ്ഥാ സംരക്ഷണത്തിൽ പങ്കാളികളാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു.
ഷോർട്ട് സെല്ലിംഗ് എന്നാൽ സാമ്പത്തിക വിപണിയിൽ എന്താണ്? കൈവശമുള്ളതിലും കൂടുതൽ ഓഹരികൾ വിൽക്കുന്നതിനെയോ അല്ലെങ്കിൽ ഉടമസ്ഥതയിലില്ലാത്ത ഓഹരികൾ വിൽക്കുന്നതിനെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഷോർട്ട് സെല്ലിംഗ് എന്നത് ഒരു ഓഹരിയുടെ വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്ന നിക്ഷേപകർ തങ്ങൾക്കില്ലാത്ത ഓഹരികൾ കടമെടുത്തു വിൽക്കുകയും പിന്നീട് കുറഞ്ഞ വിലയ്ക്ക് തിരികെ വാങ്ങി കടം വീട്ടുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ്. ഇത് സാധാരണയായി ഊഹക്കച്ചവടത്തിനും ഹെഡ്ജിങ്ങിനും ഉപയോഗിക്കുന്നു. ഗ്രേ മാർക്കറ്റ് എന്നാൽ എന്താണ്? ഔദ്യോഗിക രജിസ്ട്രേഷനില്ലാതെ ഇടപാടുകൾ നടക്കുന്ന ഒരു സമാന്തര വിപണിയാണിത്. പലപ്പോഴും ഓഹരി ഇടപാടുകളെ ഇത് സൂചിപ്പിക്കുന്നു. ഒരു കമ്പനിയുടെ ഓഹരികൾ ഔദ്യോഗികമായി ലിസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഒരു പൊതു ഓഫറിന് IPO മുമ്പായി ഈ മാർക്കറ്റിൽ ഇടപാടുകൾ നടക്കാറുണ്ട്. സാധാരണയായി ഇത് നിയന്ത്രണങ്ങളില്ലാത്തതും ഔദ്യോഗിക വിപണിയേക്കാൾ അപകടസാധ്യതയുള്ളതുമായ ഒരു വിപണിയാണ്. പ്രൈമറി ഗോൾഡ് എന്നാൽ എന്താണ്? 24 കാരറ്റ് ശുദ്ധമായ സ്വർണം. പ്രൈമറി ഗോൾഡ് എന്നത് ഏറ്റവും ഉയർന്ന നിലവാരമുള്ളതും 99.9% ശുദ്ധവുമായ സ്വർണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ 22 കാരറ്റ് സ്വർണം പോലുള്ളവ മറ്റ് ലോഹങ്ങൾ ചേർത്ത് കാഠിന്യം വർദ്ധിപ്പിക്കുമ്പോൾ 24 കാരറ്റ് സ്വർണം നിക്ഷേപ ആവശ്യങ്ങൾക്കാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. കമ്മി ധനസഹായം ഡെഫിസിറ്റ് ഫൈനാൻസിംഗ് എന്നാൽ എന്താണ്? ഒരു സർക്കാർ അതിന്റെ കമ്മി ബജറ്റിലെ കുറഞ്ഞ വരുമാനം, ഉയർന്ന ചെലവുകൾ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തോ അധിക കറൻസി അച്ചടിച്ചോ നികത്തുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും പൊതുചെലവുകൾ വർദ്ധിപ്പിക്കാനും ഈ രീതി ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് പണപ്പെരുപ്പത്തിന് കാരണമാകാനും കടഭാരം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഇത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. മഹലനോബിസ് കമ്മിറ്റിയുടെ ചുമതല എന്തായിരുന്നു? വരുമാന വിതരണത്തിന്റെ വിലയിരുത്തൽ. പ്രൊഫസർ PC മഹലനോബിസിന്റെ നേതൃത്വത്തിൽ 1960-കളുടെ തുടക്കത്തിൽ രൂപീകരിച്ച ഈ കമ്മിറ്റി ഇന്ത്യയിലെ വരുമാന വിതരണത്തിലെ അസമത്വങ്ങളും സമ്പത്തിന്റെ കേന്ദ്രീകരണവും പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്ത്യയുടെ ആസൂത്രണ നയരൂപീകരണത്തിൽ ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. 1989-ൽ കൃഷിക്കും ഗ്രാമീണ വായ്പയ്ക്കുമായി രൂപീകരിച്ച കമ്മിറ്റി ഏതായിരുന്നു? ഖുസ്രോ കമ്മിറ്റി. ഇന്ത്യയിലെ കാർഷിക മേഖലയിലെയും ഗ്രാമീണ മേഖലയിലെയും വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമായാണ് AM ഖുസ്രോയുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ഗ്രാമീണ ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക വായ്പയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ സഹായകമായി. ദന്തേവാല കമ്മിറ്റിയുടെ 1969 പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? തൊഴിലില്ലായ്മയുടെ കണക്കെടുപ്പ്. ML ദന്തേവാലയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഈ കമ്മിറ്റി ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ തോതും സ്വഭാവവും പഠിക്കുന്നതിനും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടിയായിരുന്നു. തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള വിശ്വസനീയമായ ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള രീതിശാസ്ത്രം വികസിപ്പിക്കുന്നതിൽ ഈ കമ്മിറ്റിക്ക് വലിയ പങ്കുണ്ട്. 1983-ൽ രൂപീകരിച്ച കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ നിലവിലെ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാനും അവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും മെച്ചപ്പെടുത്തലുകളെക്കുറിച്ചും ശുപാർശകൾ നൽകാനുമാണ് RS സർക്കാരിയയുടെ നേതൃത്വത്തിൽ ഈ കമ്മീഷൻ രൂപീകരിച്ചത്. ഈ കമ്മീഷന്റെ ശുപാർശകൾ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നിർണായകമായിരുന്നു. 1990-ൽ രൂപീകരിച്ച ഗോയ്പോറിയ കമ്മിറ്റിയുടെ പ്രധാന ശ്രദ്ധ എന്തായിരുന്നു? ബാങ്കിംഗ് സേവന പരിഷ്കാരങ്ങൾ. ഗോയ്പോറിയയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ കമ്മിറ്റി ബാങ്കിംഗ് മേഖലയിൽ ഉപഭോക്തൃ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത്. ബാങ്കുകളിലെ ഉപഭോക്താക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സേവന നിലവാരം ഉയർത്തുന്നതിനും ഈ കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഗോസ്വാമി കമ്മിറ്റിയുടെ 1993 വിഷയം എന്തായിരുന്നു? വ്യാവസായിക രോഗാവസ്ഥ ഇൻഡസ്ട്രിയൽ സിക്നസ്. ഇന്ത്യയിലെ വ്യാവസായിക മേഖലയിലെ രോഗാവസ്ഥയിലുള്ള യൂണിറ്റുകളെക്കുറിച്ചും അവയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനാണ് ഓംകാർ ഗോസ്വാമിയുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി രൂപീകരിച്ചത്. വ്യാവസായിക മേഖലയുടെ ആരോഗ്യപരമായ വളർച്ച ഉറപ്പാക്കുന്നതിനും രോഗാവസ്ഥയിലുള്ള യൂണിറ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമുള്ള നയരൂപീകരണത്തിൽ ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾക്ക് വലിയ പങ്കുണ്ട്.
1991-ൽ ഇന്ത്യയിലെ ധനകാര്യ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിൽ ഏത് കമ്മിറ്റിയാണ് പ്രധാന പങ്കുവഹിച്ചത്? നരസിംഹം കമ്മിറ്റി. 1991-ലെ പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ബാങ്കിംഗ്, മൂലധന വിപണി എന്നിവയിലെ ഘടനാപരമായ മാറ്റങ്ങൾ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. ഇത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിച്ചു. രാജ ചെല്ലയ്യ കമ്മിറ്റിയുടെ 1991 പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്തായിരുന്നു? നികുതി പരിഷ്കാരങ്ങൾ. 1991-ൽ രൂപീകരിച്ച രാജ ചെല്ലയ്യ കമ്മിറ്റി ഇന്ത്യയിലെ നികുതി ഘടനയുടെ സമഗ്രമായ പരിഷ്കരണമാണ് ലക്ഷ്യമിട്ടത്. നികുതി ലഘൂകരണം, നികുതി അടിത്തറ വികസിപ്പിക്കുക, നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയെക്കുറിച്ച് ഈ കമ്മിറ്റി ശുപാർശകൾ നൽകി. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി. 1992-ലെ സെക്യൂരിറ്റീസ് അഴിമതി അന്വേഷിച്ചത് ഏത് കമ്മിറ്റിയാണ്? ജാനകിരാമൻ കമ്മിറ്റി. 1992-ൽ നടന്ന ഹർഷദ് മേത്ത സെക്യൂരിറ്റീസ് അഴിമതി അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ആർ. ജാനകിരാമൻ അധ്യക്ഷനായ ജാനകിരാമൻ കമ്മിറ്റി. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെട്ട തട്ടിപ്പുകൾ കണ്ടെത്തുകയും അത്തരം ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ദൗത്യം. മൽഹോത്ര കമ്മിറ്റിയുടെ 1993 ലക്ഷ്യം എന്തായിരുന്നു? ഇൻഷുറൻസ് പരിഷ്കാരങ്ങൾ. 1993-ൽ രൂപീകരിച്ച മൽഹോത്ര കമ്മിറ്റി ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ പരിഷ്കരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും ശുപാർശകൾ നൽകുകയും ചെയ്തു. സ്വകാര്യ മേഖലയ്ക്ക് ഇൻഷുറൻസ് രംഗത്ത് പ്രവേശനം നൽകുക, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ (IRDAI) രൂപീകരിക്കുക തുടങ്ങിയ ശുപാർശകൾ ഈ കമ്മിറ്റി മുന്നോട്ടുവച്ചു. ഭണ്ഡാരി കമ്മിറ്റിയുടെ 1994 ലക്ഷ്യം എന്തായിരുന്നു? പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ RRBS പുനഃസംഘടന. 1994-ൽ രൂപീകരിച്ച ഭണ്ഡാരി കമ്മിറ്റി പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ RRBS സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകി. ഈ ബാങ്കുകളുടെ മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും നഷ്ടത്തിലുള്ള RRBകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ കമ്മിറ്റി മുന്നോട്ടുവച്ചു. 1995-ൽ ചെറുകിട വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കമ്മിറ്റി ഏതാണ്? അബിദ് ഹുസൈൻ കമ്മിറ്റി. 1995-ൽ രൂപീകരിച്ച അബിദ് ഹുസൈൻ കമ്മിറ്റി ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളുടെ വികസനം, പ്രോത്സാഹനം, സംരക്ഷണം എന്നിവയെക്കുറിച്ച് പഠിച്ചു. ഈ മേഖലയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ പ്രാപ്തമാക്കുന്നതിനുമുള്ള നയപരമായ ശുപാർശകൾ ഈ കമ്മിറ്റി നൽകി. മീര സേത്ത് കമ്മിറ്റിയുടെ 1997 വിഷയം എന്തായിരുന്നു? കൈത്തറി വികസനം. 1997-ൽ രൂപീകരിച്ച മീര സേത്ത് കമ്മിറ്റി ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനത്തിനും നവീകരണത്തിനും വേണ്ടി പഠിച്ചു. ഈ മേഖലയിലെ നെയ്ത്തുകാരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ഉൽപ്പന്നങ്ങളുടെ വിപണനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റി മുന്നോട്ടുവച്ചു. 1997-ൽ പഞ്ചസാര വ്യവസായത്തെ അഭിസംബോധന ചെയ്യാൻ രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? മഹാജൻ കമ്മിറ്റി. 1997-ൽ രൂപീകരിച്ച മഹാജൻ കമ്മിറ്റി ഇന്ത്യയിലെ പഞ്ചസാര വ്യവസായത്തിന്റെ സമഗ്രമായ പുനഃസംഘടനയെയും ഉദാരവൽക്കരണത്തെയും കുറിച്ച് പഠിച്ചു. പഞ്ചസാര വ്യവസായത്തെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള ശുപാർശകൾ ഈ കമ്മിറ്റി നൽകി. എസ്. താരപോർ കമ്മിറ്റിയുടെ 1997 ലക്ഷ്യം എന്തായിരുന്നു? മൂലധന അക്കൗണ്ടിലെ രൂപയുടെ കൺവെർട്ടിബിലിറ്റി. 1997-ൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച എസ്. താരപോർ കമ്മിറ്റി മൂലധന അക്കൗണ്ടിൽ രൂപയുടെ പൂർണ്ണമായ കൺവെർട്ടിബിലിറ്റിയുടെ സാധ്യതകളെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ച് പഠിച്ചു. ഘട്ടം ഘട്ടമായി ഇത് എങ്ങനെ നടപ്പിലാക്കാമെന്നും അതിന് ആവശ്യമായ വ്യവസ്ഥകളെക്കുറിച്ചും കമ്മിറ്റി വിശദമായ ശുപാർശകൾ നൽകി. 2000-ൽ കൃഷിയും ഗ്രാമീണ വായ്പാ വിതരണവും ശ്രദ്ധാകേന്ദ്രമാക്കിയ കമ്മിറ്റി ഏതാണ്? വി.എസ്. വ്യാസ് കമ്മിറ്റി. 2000-ൽ രൂപീകരിച്ച വി.എസ്. വ്യാസ് കമ്മിറ്റി ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ മേഖലയ്ക്കും വായ്പകൾ ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു.
ഗ്രാമീണ വായ്പാ വിതരണം ശക്തിപ്പെടുത്തുന്നതിനും കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ശുപാർശകൾ ഈ കമ്മിറ്റി മുന്നോട്ടുവച്ചു. സുരേഷ് ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ 2005 പ്രധാന ചുമതല എന്തായിരുന്നു? ദാരിദ്ര്യ നിർണയം. സുരേഷ് ടെൻഡുൽക്കർ കമ്മിറ്റി 2005-ൽ ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ പുനർനിർവചിക്കുന്നതിനും ദാരിദ്ര്യം കണക്കാക്കുന്നതിനുമായി രൂപീകരിച്ചതാണ്. ഇതിന്റെ റിപ്പോർട്ട് ഇന്ത്യയുടെ ദാരിദ്ര്യ നിർണയ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. സച്ചാർ കമ്മിറ്റിയുടെ 2005 ശ്രദ്ധാകേന്ദ്രം എന്തായിരുന്നു? മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ സ്ഥിതി. 2005-ൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രൂപീകരിച്ച സച്ചാർ കമ്മിറ്റി ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ അവസ്ഥകളെക്കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകി. രംഗരാജൻ കമ്മിറ്റിയുടെ 1993 വിഷയം എന്തായിരുന്നു? അടവ് ബാലൻസ്. 1993-ൽ സിസ്റ്റർ രംഗരാജന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റി ഇന്ത്യയുടെ അടവ് ബാലൻസ് പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായിരുന്നു. വിദേശനാണ്യ കരുതൽ ശേഖരം, വിനിമയ നിരക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ ഈ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നൽകി. ഡോക്ടർ കീർത്തി എസ്. പരീഖ് കമ്മിറ്റിയുടെ 2013 ചുമതല എന്തായിരുന്നു? പെട്രോളിയം ഉൽപ്പന്നങ്ങളെയും വിലനിർണയ സമ്പ്രദായത്തെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. ഡോക്ടർ കീർത്തി എസ്. പരീഖ് കമ്മിറ്റി 2013-ൽ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലനിർണയ സമ്പ്രദായം അവലോകനം ചെയ്യാനും അവയുടെ വില നിയന്ത്രണം സംബന്ധിച്ച ശുപാർശകൾ നൽകാനുമായി രൂപീകരിച്ചു. ഇത് ഊർജ്ജ മേഖലയിലെ നയരൂപീകരണത്തിന് സഹായകമായി. എന്താണ് സോഫ്റ്റ് ലോൺ? ദീർഘകാല തിരിച്ചടവ് കാലാവധിയും കുറഞ്ഞ പലിശയും പോലുള്ള എളുപ്പമുള്ള വ്യവസ്ഥകളിൽ ലഭിക്കുന്ന വായ്പ. സോഫ്റ്റ് ലോൺ എന്നാൽ കുറഞ്ഞ പലിശ നിരക്കിലും ദീർഘമായ തിരിച്ചടവ് കാലാവധിയിലും ലഭിക്കുന്ന വായ്പകളാണ്. സാധാരണയായി വികസ്വര രാജ്യങ്ങൾക്കോ പ്രത്യേക പദ്ധതികൾക്കോ ആണ് ഇത്തരം വായ്പകൾ നൽകാറുള്ളത്. എന്താണ് നോസ്ട്രോ അക്കൗണ്ട്? ഒരു ആഭ്യന്തര ബാങ്ക്, വിദേശ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ കറൻസിയിൽ ആ വിദേശ ബാങ്കിൽ സൂക്ഷിക്കുന്ന ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് മറ്റൊരു രാജ്യത്തെ ബാങ്കിൽ അവിടുത്തെ കറൻസിയിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ടാണ് നോസ്ട്രോ അക്കൗണ്ട്. ഇത് വിദേശ കറൻസി ഇടപാടുകൾ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ പക്കൽ എന്ന് ഇതിനെ ലളിതമായി വിശേഷിപ്പിക്കാം. എന്താണ് ഹോട്ട് മണി? ഉയർന്ന ലാഭം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അതിവേഗം മാറാൻ സാധ്യതയുള്ള വിദേശ കറൻസി. ഹോട്ട് മണി എന്നത് ഹ്രസ്വകാല ലാഭം ലക്ഷ്യമിട്ട് അതിവേഗം ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒഴുകുന്ന മൂലധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലിശ നിരക്കിലെ വ്യത്യാസം, ഓഹരി വിപണിയിലെ ലാഭം തുടങ്ങിയ കാരണങ്ങളാൽ ഇത് നീങ്ങുന്നു. ബാങ്കിംഗിൽ ഡ്രാഫ്റ്റ് എന്നാൽ എന്താണ്? ഒരു ബാങ്ക് അതിന്റെ ഒരു ശാഖയ്ക്ക് ഒരു നിശ്ചിത തുക സ്വീകർത്താവിന്റെ ആവശ്യാനുസരണം കൈമാറാൻ നിർദ്ദേശം നൽകുന്ന ക്രെഡിറ്റ് ലെറ്റർ. ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് എന്നത് ഒരു ബാങ്ക് നൽകുന്ന പണം നൽകാനുള്ള ഉറപ്പാണ്. പണം അയക്കുന്നയാൾ നൽകിയ തുക ബാങ്കിന്റെ മറ്റൊരു ശാഖയിൽ നിന്ന് സ്വീകർത്താവിന് കൈപ്പറ്റാം. ഇത് സാധാരണയായി വലിയ തുകകൾ കൈമാറാൻ ഉപയോഗിക്കുന്നു. എന്താണ് പേറ്റന്റ്? ഒരു യഥാർത്ഥ കണ്ടുപിടുത്തത്തിനോ സൃഷ്ടിക്കോ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സർക്കാർ നൽകുന്ന ബൗദ്ധിക സ്വത്തവകാശത്തിന്റെ അംഗീകാരം. ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് അതിന്റെ ഉടമയ്ക്ക് സർക്കാർ നൽകുന്ന നിയമപരമായ അവകാശമാണ് പേറ്റന്റ്. ഇത് കണ്ടുപിടുത്തം വാണിജ്യവൽക്കരിക്കാനുള്ള പ്രത്യേക അവകാശം നൽകുന്നു. പേറ്റന്റ് നിയമങ്ങൾ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. എന്താണ് തൊഴിൽ വിഭജനം? ഒരു ജോലി ഒന്നിലധികം ആളുകളാൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പൂർത്തിയാക്കുന്ന പ്രക്രിയ. ഇത് വൈദഗ്ധ്യം പ്രോത്സാഹിപ്പിക്കുന്നു. തൊഴിൽ വിഭജനം എന്നത് ഒരു വലിയ ജോലിയെ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ ഭാഗവും ഓരോ വ്യക്തിയെയോ വിഭാഗത്തെയോ ഏൽപ്പിച്ച് ചെയ്യുന്ന രീതിയാണ്. ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഉത്പാദനം കൂട്ടാനും സഹായിക്കുന്നു. ആധുനിക വ്യവസായങ്ങളുടെ പ്രധാന അടിസ്ഥാനങ്ങളിലൊന്നാണിത്. സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഒരു രാജ്യത്തെ സാധാരണ താമസക്കാരൻ എന്ന് ആരെയാണ് കണക്കാക്കുന്നത്? ഒരു വർഷത്തിൽ കൂടുതൽ ഒരു രാജ്യത്ത് താമസിക്കുകയും സാമ്പത്തിക താൽപര്യം അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമോ പൗരത്വം പരിഗണിക്കാതെ. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ആ രാജ്യത്ത് ഒരു വർഷത്തിൽ കൂടുതൽ താമസിച്ച് അവിടുത്തെ സാമ്പത്തിക താൽപര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും
സാധാരണ താമസക്കാർ നോർമൽ റെസിഡൻസ് ആയി കണക്കാക്കുന്നു. ഇവരിൽ പൗരന്മാരും അല്ലാത്തവരും ഉൾപ്പെടാം, എന്നാൽ ഇവരുടെ വരുമാനം രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നു. ഒരു സമ്പദ്വ്യവസ്ഥയിൽ ഉത്പാദനപരമായ പ്രവർത്തനങ്ങളെ അനുൽപാദനപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും കൈമാറ്റ പേയ്മെന്റുകളിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? ഉത്പാദനപരമായ പ്രവർത്തനങ്ങൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്കിന് സംഭാവന നൽകുകയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അനുൽപാദനപരമായ പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. കൈമാറ്റ പേയ്മെന്റുകൾ നിലവിലെ അന്തിമ ഉൽപ്പാദനത്തിന് നേരിട്ടുള്ള സംഭാവനയില്ലാത്ത രസീതുകളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉത്പാദനപരമായ പ്രവർത്തനങ്ങൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കുകയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ അനുൽപാദനപരമായ പ്രവർത്തനങ്ങൾ അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇത്തരം സംഭാവനകൾ നൽകുന്നില്ല. കൈമാറ്റ പേയ്മെന്റുകൾ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്നത് ഒരു പ്രത്യുപകാരം കൂടാതെ ലഭിക്കുന്ന പണമാണ്. ഉദാഹരണം പെൻഷൻ, സ്കോളർഷിപ്പ്. ഇത് നിലവിലെ ഉൽപ്പാദനത്തിന് നേരിട്ട് സംഭാവന നൽകുന്നില്ല. സാമ്പത്തിക ചരങ്ങളിൽ സ്റ്റോക്കുകളും ഫ്ലോകളും തമ്മിൽ എങ്ങനെ വേർതിരിക്കുന്നു? സ്റ്റോക്ക് എന്നത് ഒരു പ്രത്യേക സമയത്ത് അളക്കുന്ന ഒരു ചരമാണ്, മൊത്തം അളവ്. അതേസമയം ഫ്ലോ എന്നത് ഒരു നിശ്ചിത കാലയളവിൽ അളക്കുന്ന ഒരു ചരമാണ്, മാറ്റത്തിന്റെ അളവ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റോക്ക് എന്നത് ഒരു പ്രത്യേക നിമിഷത്തിൽ നിലവിലുള്ള ഒരു അളവിനെ സൂചിപ്പിക്കുന്നു, ഉദാഹരണത്തിന് ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പത്ത് അല്ലെങ്കിൽ ജനസംഖ്യ. എന്നാൽ ഫ്ലോ എന്നത് ഒരു നിശ്ചിത കാലയളവിൽ, ഉദാഹരണത്തിന് ഒരു വർഷം നടക്കുന്ന ഒരു മാറ്റത്തെയോ പ്രവാഹത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്, ഉദാഹരണത്തിന് ദേശീയ വരുമാനം അല്ലെങ്കിൽ നിക്ഷേപം. അടഞ്ഞ സമ്പദ്വ്യവസ്ഥ ക്ലോസ്ഡ് ഇക്കോണമി എന്നാൽ എന്താണ്? മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ, ഇറക്കുമതി കയറ്റുമതി ഇല്ലാത്ത ഒരു രാജ്യം. ഒരു അടഞ്ഞ സമ്പദ്വ്യവസ്ഥ ക്ലോസ്ഡ് ഇക്കോണമി എന്നത് മറ്റു രാജ്യങ്ങളുമായി യാതൊരുവിധ വ്യാപാരബന്ധങ്ങളോ ഇറക്കുമതിയും കയറ്റുമതിയും മൂലധന കൈമാറ്റങ്ങളോ ഇല്ലാത്ത ഒരു സാമ്പത്തിക മാതൃകയാണ്. യഥാർത്ഥ ലോകത്ത് ഇങ്ങനെയൊരു സമ്പദ്വ്യവസ്ഥ നിലനിൽക്കുന്നില്ലെങ്കിലും സാമ്പത്തിക സിദ്ധാന്തങ്ങളിൽ ഇത് ഒരു പഠന മാതൃകയായി ഉപയോഗിക്കാറുണ്ട്. തുറന്ന സമ്പദ്വ്യവസ്ഥ ഓപ്പൺ ഇക്കോണമി എന്നാൽ എന്താണ്? ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ, ഇറക്കുമതി കയറ്റുമതി ഉള്ള ഒരു രാജ്യം. ഒരു തുറന്ന സമ്പദ്വ്യവസ്ഥ ഓപ്പൺ ഇക്കോണമി എന്നത് മറ്റു രാജ്യങ്ങളുമായി വ്യാപാരബന്ധങ്ങളിലും ഇറക്കുമതി കയറ്റുമതി മൂലധന കൈമാറ്റങ്ങളിലും ഏർപ്പെടുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ആഗോളവൽക്കരണത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക രാജ്യങ്ങളും തുറന്ന സമ്പദ്വ്യവസ്ഥകളാണ്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. സയൻസ് എന്ന വാക്ക് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്? അതിനർത്ഥം എന്താണ്? സിയന്റിയ എന്ന വാക്കിൽ നിന്നാണ്. അതിനർത്ഥം അറിവ് അല്ലെങ്കിൽ വിവരങ്ങൾ എന്നാണ്. സയൻസ് എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിലെ സിയന്റിയ എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിനർത്ഥം അറിവ് അല്ലെങ്കിൽ വിവരങ്ങൾ എന്നാണ്. ഈ വാക്കിന്റെ ഉത്ഭവം ശാസ്ത്രം ഒരു ചിട്ടയായ പഠനരീതിയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒന്നാണെന്ന് വ്യക്തമാക്കുന്നു. ജെ.ബി. കോനന്റ് അനുസരിച്ച് ശാസ്ത്രമെന്നാൽ എന്താണ്? പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ലഭിച്ച ഉൾക്കൊണ്ട ആശയങ്ങളുടെ ഒരു പരമ്പരയുടെ പഠനമാണ് ശാസ്ത്രം. ഇത് ഭാവിയിലെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വീക്ഷണനുമായ ജെ.ബി. കോനന്റ് ശാസ്ത്രത്തെ ഒരു ഡൈനാമിക് പ്രക്രിയയായിട്ടാണ് കണ്ടത്. നിലവിലുള്ള ആശയങ്ങളെ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും സ്ഥിരീകരിക്കുകയും ആ അറിവ് പുതിയ പരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും വഴിയൊരുക്കുകയും ചെയ്യുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ശാസ്ത്രം എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ശാസ്ത്രത്തെ സാധാരണയായി എത്ര പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? അ. ഭൗതികശാസ്ത്രം, ഫിസിക്സ്. ബി. രസതന്ത്രം, കെമിസ്ട്രി. സി. ജീവശാസ്ത്രം, ബയോളജി എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ശാസ്ത്രത്തെ പ്രധാനമായും 3 ശാഖകളായി തിരിക്കുന്നു. ഭൗതികശാസ്ത്രം, ഫിസിക്സ്, ദ്രവ്യത്തെയും ഊർജ്ജത്തെയും കുറിച്ചും അവയുടെ പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. രസതന്ത്രം, കെമിസ്ട്രി, ദ്രവ്യത്തിന്റെ ഘടന, ഗുണങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. ജീവശാസ്ത്രം, ബയോളജി, ജീവജാലങ്ങളെയും അവയുടെ ജീവിത പ്രക്രിയകളെയും കുറിച്ച് പഠിക്കുന്നു. ഫിസിക്സ് എന്ന വാക്ക് ഏത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്? അതിനർത്ഥം എന്താണ്? ഫുസസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിനർത്ഥം
പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് എന്നാണ്. ഫിസിക്സ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ ഫ്യൂസിസ് ഫൊസസ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് എന്നാണ്. ഇത് ഭൗതികശാസ്ത്രം പ്രകൃതിയിലെ അടിസ്ഥാന നിയമങ്ങളെയും പ്രതിഭാസങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ന് സൂചിപ്പിക്കുന്നു. ഭൗതികശാസ്ത്രത്തെ എങ്ങനെ വിവരിക്കാം? പ്രകൃതിയിലെ വിവിധ പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ചുള്ള പഠനം. ഭൗതികശാസ്ത്രം ഫിസിക്സ് പ്രപഞ്ചത്തിലെ അടിസ്ഥാന ഘടകങ്ങളായ ദ്രവ്യം, ഊർജ്ജം, സ്ഥലം, സമയം എന്നിവയെക്കുറിച്ചും അവ തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും പ്രവചിക്കുന്നതിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും കണ്ടെത്താൻ ഇത് ശ്രമിക്കുന്നു. ഭൗതിക അളവുകളുടെ പശ്ചാത്തലത്തിൽ യൂണിറ്റ് എന്നാൽ എന്ത്? ഒരു ഭൗതിക അളവ് അളക്കുന്നതിന് ആവശ്യമായ ഒരു മാനദണ്ഡം. ഭൗതിക അളവുകളെ കൃത്യമായി അളക്കുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും ഒരു നിശ്ചിത മാനദണ്ഡം ആവശ്യമാണ്. ഈ മാനദണ്ഡത്തെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നീളത്തിന്റെ യൂണിറ്റ് മീറ്ററാണ്. യൂണിറ്റുകളെ പ്രധാനമായും എത്ര വിഭാഗങ്ങളായി തിരിക്കുന്നു? I മൗലിക യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് എന്നും വ്യുൽപ്പന്ന യൂണിറ്റ് എന്നും. അളക്കാനുള്ള എളുപ്പത്തിനായി യൂണിറ്റുകളെ പ്രധാനമായും മൗലിക യൂണിറ്റുകളെന്നും വ്യുൽപ്പന്ന യൂണിറ്റുകളെന്നും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. മൗലിക യൂണിറ്റുകൾ പരസ്പരം സ്വതന്ത്രമാണ്, എന്നാൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾ മൗലിക യൂണിറ്റുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയാണ്. CGS അളവ് സമ്പ്രദായം എന്നാൽ എന്ത്? നീളം, പിണ്ഡം, സമയം എന്നിവയുടെ യൂണിറ്റുകൾ യഥാക്രമം സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നിവയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. CGS സമ്പ്രദായം എന്നത് മെട്രിക് സമ്പ്രദായത്തിന്റെ ഒരു വകഭേദമാണ്. ഇതിൽ നീളത്തിന് സെന്റിമീറ്ററും പിണ്ഡത്തിന് ഗ്രാമും സമയത്തിന് സെക്കൻഡും അടിസ്ഥാന യൂണിറ്റുകളായി ഉപയോഗിക്കുന്നു. ഫ്രാൻസിലാണ് ഇത് ആദ്യമായി വികസിപ്പിച്ചത്. CGS സമ്പ്രദായത്തിന്റെ പൊതുവായി പശ്ചാത്തലത്തിൽ മൗലിക അളവുകളും മൗലിക യൂണിറ്റുകളും എന്തൊക്കെയാണ്? നീളം, പിണ്ഡം, സമയം എന്നിവയെപ്പോലെ അവയുടെ യൂണിറ്റുകൾ പരസ്പരം പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കുകയും മറ്റ് യൂണിറ്റുകളിലേക്ക് മാറ്റാനോ ബന്ധിപ്പിക്കാനോ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അളവുകളാണ് മൗലിക അളവുകൾ. അവയുടെ യൂണിറ്റുകളെ മൗലിക യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നു. ഭൗതികശാസ്ത്രത്തിൽ മറ്റ് അളവുകളിൽ നിന്ന് സ്വതന്ത്രമായി നിർവചിക്കപ്പെടുന്ന അളവുകളെ മൗലിക അളവുകൾ എന്ന് പറയുന്നു. ഈ അളവുകളെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് മൗലിക യൂണിറ്റുകൾ. ഉദാഹരണത്തിന്, നീളം, പിണ്ഡം, സമയം എന്നിവ മൗലിക അളവുകളാണ്. ബ്രിട്ടീഷ് രീതി എന്നും അറിയപ്പെടുന്ന FPS അളവ് സമ്പ്രദായം എന്നാൽ എന്ത്? നീളം, പിണ്ഡം, സമയം എന്നിവയുടെ യൂണിറ്റുകൾ യഥാക്രമം ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നിവയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. FPS സമ്പ്രദായം ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സമ്പ്രദായം എന്നും അറിയപ്പെടുന്നു. ഈ സമ്പ്രദായത്തിൽ നീളത്തിന് ഫൂട്ടും പിണ്ഡത്തിന് പൗണ്ടും സമയത്തിന് സെക്കൻഡും അടിസ്ഥാന യൂണിറ്റുകളായി ഉപയോഗിക്കുന്നു. ഇത് നിലവിൽ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. MKS അളവ് സമ്പ്രദായം എന്നാൽ എന്ത്? നീളം, പിണ്ഡം, സമയം എന്നിവയുടെ യൂണിറ്റുകൾ യഥാക്രമം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. MKS സമ്പ്രദായം മെട്രിക് സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. ഇതിൽ നീളത്തിന് മീറ്ററും പിണ്ഡത്തിന് കിലോഗ്രാമും സമയത്തിന് സെക്കൻഡും അടിസ്ഥാന യൂണിറ്റുകളായി ഉപയോഗിക്കുന്നു. ഇത് അന്താരാഷ്ട്ര യൂണിറ്റ് സമ്പ്രദായമായ SI യൂണിറ്റിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നു. SI യൂണിറ്റ് സമ്പ്രദായം എപ്പോഴാണ്, എവിടെ വെച്ചാണ് അംഗീകരിക്കപ്പെട്ടത്? അതിന്റെ പ്രാധാന്യം എന്താണ്? 1960-ൽ പാരീസിൽ വെച്ച് നടന്ന ഭാരങ്ങളെയും അളവുകളെയും കുറിച്ചുള്ള 11 സ്വരചിഹ്നം ആമത് ജനറൽ കോൺഫറൻസിൽ വെച്ച് ഇത് അംഗീകരിക്കപ്പെട്ടു. ഇത് നിലവിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. ലോകമെമ്പാടും അളവുകളിൽ ഏകീകരണം കൊണ്ടുവരുന്നതിനായി 1960-ൽ പാരീസിലെ 11 സ്വരചിഹ്നം ആമത് ജനറൽ കോൺഫറൻസിൽ വെച്ചാണ് SI സിസ്റ്റമെ ഇന്റർനാഷണൽ ഡി യുണൈറ്റ്സ് സമ്പ്രദായം അംഗീകരിച്ചത്. ഇത് ശാസ്ത്രീയവും സാങ്കേതികവുമായ മേഖലകളിൽ അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കുന്നു. SI സമ്പ്രദായത്തിൽ എത്ര അടിസ്ഥാന പാരാമീറ്ററുകൾ, അടിസ്ഥാന യൂണിറ്റുകൾ ഉണ്ട്? 7. SI സമ്പ്രദായത്തിൽ നീളം, മീറ്റർ, പിണ്ഡം, കിലോഗ്രാം, സമയം, സെക്കൻഡ്, വൈദ്യുത പ്രവാഹം, ആംപിയർ, താപനില, കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ്, മോൾ, പ്രകാശത്തിന്റെ തീവ്രത, കാൻഡല എന്നിങ്ങനെ 7 അടിസ്ഥാന യൂണിറ്റുകൾ ഉണ്ട്.
ഇവയിൽ നിന്ന് മറ്റ് എല്ലാ യൂണിറ്റുകളും വ്യുൽപ്പന്ന യൂണിറ്റുകളായി കണക്കാക്കപ്പെടുന്നു. ഉത്തർപ്രദേശിൽ പ്രചാരത്തിലുള്ള തറ അലങ്കാരവുമായി ബന്ധപ്പെട്ട നാടൻ കലാരൂപം ഏതാണ്? ചൗക് പൂർണ. ചൗക് പൂർണ ഉത്തർപ്രദേശിലെ ഒരു പരമ്പരാഗത നാടൻ കലാരൂപമാണ്. ഇത് ഉത്സവങ്ങൾ, പൂജകൾ, മറ്റ് ശുഭകരമായ ചടങ്ങുകൾ എന്നിവയിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും തറയിൽ ജ്യാമിതീയ രൂപങ്ങളും ചിത്രങ്ങളും വരച്ച് അലങ്കരിക്കുന്ന രീതിയാണ്. ശുഭകരമായ ചിഹ്നങ്ങൾ വരക്കുന്ന ഗുജറാത്തിലെ പരമ്പരാഗത നാടൻ കലാരൂപം ഏതാണ്? സത്തിയ. സത്തിയ ഗുജറാത്തിലെ ഒരു പരമ്പരാഗത നാടൻ കലാരൂപമാണ്. ഇത് പ്രധാനമായും ഉത്സവങ്ങളിലും പ്രത്യേക അവസരങ്ങളിലും തറയിൽ ശുഭകരമായ ചിഹ്നങ്ങളും ഡിസൈനുകളും വരക്കാൻ ഉപയോഗിക്കുന്നു. ഹിന്ദുമതത്തിലെ സ്വസ്തിക് ചിഹ്നവുമായി ഇതിന് സാമ്യമുണ്ട്. മിഥില മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച ഏത് പ്രശസ്തമായ ചിത്രകലാ ശൈലിയാണ് ബീഹാറിലെ ഒരു പ്രധാന നാടൻ കല? മധുബനി. മധുബനി ചിത്രകല, മിഥില ചിത്രകല എന്നും അറിയപ്പെടുന്നു. ഇത് ബീഹാറിലെ മിഥില മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രമുഖ നാടൻ കലാരൂപമാണ്. പ്രകൃതി, ദൈവിക രൂപങ്ങൾ, ജ്യാമിതീയ ഡിസൈനുകൾ എന്നിവയാണ് ഇതിലെ പ്രധാന വിഷയങ്ങൾ. സ്ത്രീകൾ പരമ്പരാഗതമായി ഈ കലാരൂപത്തിൽ ഏർപ്പെടുന്നു. രാജസ്ഥാനിലെ ഏത് പരമ്പരാഗത നാടൻ കലാരൂപമാണ് കൈകളിലും കാലുകളിലും സൂക്ഷ്മമായ രൂപകൽപ്പനകൾ വരക്കുന്നത്? ഹെന്ന, മെഹന്തി. മെഹന്തി അഥവാ ഹെന്ന രാജസ്ഥാനിലെയും ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലെയും ഒരു പ്രധാന സാംസ്കാരിക കലാരൂപമാണ്. ഇത് സാധാരണയായി വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയിൽ കൈകളിലും കാലുകളിലും ഹെന്ന ചെടിയുടെ ഇലകളിൽ നിന്ന് തയ്യാറാക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ച് താൽക്കാലിക ഡിസൈനുകൾ വരയ്ക്കുന്നതാണ്. പശ്ചിമബംഗാളിലെ തറകളിലോ ചുമരുകളിലോ അരിമാവ് കൊണ്ട് ചിത്രങ്ങൾ വരക്കുന്ന പരമ്പരാഗത നാടൻ കലാരൂപം ഏതാണ്? അൽപ്പന. അൽപ്പന എന്നത് ബംഗാളിൽ നിലവിലുള്ള ഒരു പരമ്പരാഗത നാടൻ കലാരൂപമാണ്. ഇത് പ്രധാനമായും ഉത്സവാഘോഷങ്ങളിലും വിശേഷാവസരങ്ങളിലും അരിമാവ് ഉപയോഗിച്ച് തറകളിലും ചുമരുകളിലും ചിത്രങ്ങൾ വരക്കുന്ന രീതിയാണ്. പലപ്പോഴും താമര, ശംഖ് തുടങ്ങിയ ഹിന്ദു മതചിഹ്നങ്ങളാണ് ഈ ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നത്. തുണിത്തരങ്ങളിൽ ചെയ്യുന്ന ഏത് പരമ്പരാഗത ചുരുൾ ചിത്രീകരണമാണ് ഒഡീഷയിലെ പ്രധാന നാടൻ കലാരൂപം? പട്ടച്ചിത്ര. പട്ടച്ചിത്ര എന്നത് ഒഡീഷയിലെ ഒരു പ്രമുഖ പരമ്പരാഗത നാടൻ ചിത്രകലാരൂപമാണ്. പ്രധാനമായും തുണിത്തരങ്ങളിൽ ചെയ്യുന്ന ഈ ചിത്രീകരണത്തിൽ ഹിന്ദു ദൈവങ്ങളെയും പുരാണ കഥകളെയും ചിത്രീകരിക്കുന്നു. പട്ട എന്നാൽ തുണി എന്നും ചിത്ര എന്നാൽ ചിത്രം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ലളിതമായ ജ്യാമിതീയ രൂപങ്ങൾ കൊണ്ട് ചിത്രീകരിക്കുന്ന മഹാരാഷ്ട്രയിലെ ആദിവാസി നാടൻ ചിത്രകലാരൂപം ഏതാണ്? വാർളി ചിത്രകല. മഹാരാഷ്ട്രയിലെ വാർളി ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത ചിത്രകലയാണ് വാർളി ചിത്രകല. ലളിതമായ ജ്യാമിതീയ രൂപങ്ങളായ വൃത്തം, ത്രികോണം, ചതുരം എന്നിവ ഉപയോഗിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും ദൈനംദിന ജീവിതവും ചിത്രീകരിക്കുന്നത് ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. അവരുടെ ജീവിതരീതിയും പ്രകൃതിയോടുള്ള ബന്ധവും ഈ ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാന നാടൻ കലാരൂപമായ കൈകൊണ്ട് വരച്ചതോ ബ്ലോക്ക് പ്രിന്റ് ചെയ്തതോ ആയ പരമ്പരാഗത പരുത്തി തുണി ചിത്രകല ഏതാണ്? കളങ്കാരി. കളങ്കാരി എന്നത് ആന്ധ്രാപ്രദേശിലെ പരമ്പരാഗത കൈകൊണ്ട് വരച്ചതോ ബ്ലോക്ക് പ്രിന്റ് ചെയ്തതോ ആയ പരുത്തി തുണി ചിത്രകലയാണ്. പ്രകൃതിദത്തമായ ഛായങ്ങൾ ഉപയോഗിച്ച് പുരാണ കഥകളും ഇതിഹാസങ്ങളും ഈ ചിത്രങ്ങളിൽ ചിത്രീകരിക്കുന്നു. കലം എന്നാൽ പേന എന്നും കാരി എന്നാൽ ജോലി എന്നും അർത്ഥമാക്കുന്നു. ആകർഷകമായ നിറങ്ങൾക്കും സങ്കീർണമായ പാറ്റേണുകൾക്കും പേരുകേട്ട മധ്യപ്രദേശിലെ ഒരു പ്രധാന തദ്ദേശീയ ആദിവാസി കലാരൂപം ഏതാണ്? ഗോണ്ട്. ഗോണ്ട് ചിത്രകല മധ്യപ്രദേശിലെ ഗോണ്ട് ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത കലാരൂപമാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളെയും വൃക്ഷങ്ങളെയും തങ്ങളുടെ ചുറ്റുപാടുകളെയും സങ്കീർണമായ പാറ്റേണുകളോടും ആകർഷകമായ നിറങ്ങളോടും കൂടി ചിത്രീകരിക്കുന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. തങ്ങളുടെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഈ ചിത്രങ്ങളിലൂടെ അവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആന്ധ്രാപ്രദേശിൽ ഉത്ഭവിച്ച ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപമാണ്. വരദമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി പരമ്പരാഗതമായി പുരുഷന്മാരാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് സ്ത്രീകളും ഈ രംഗത്തേക്ക് കടന്നുവന്നു. വസന്തോത്സവങ്ങളിൽ അവതരിപ്പിക്കുന്ന അസമിലെ ഏറ്റവും പ്രസിദ്ധമായ നാടോടി നൃത്തം ഏതാണ്? ബിഹു.
അസമിലെ ഏറ്റവും പ്രശസ്തമായ നാടോടി നൃത്തമാണ് ബിഹു. ഇത് ബിഹു ഉത്സവങ്ങളോടനുബന്ധിച്ച്, പ്രത്യേകിച്ച് വസന്തകാലത്ത്, സന്തോഷത്തോടെയും ഊർജ്ജസ്വലതയോടെയും ആഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നു. അസമിന്റെ സാംസ്കാരിക തനിമയുടെ പ്രതീകമാണിത്. മുഖംമൂടികൾ ധരിച്ച് അവതരിപ്പിക്കുന്ന ഏത് നാടോടി നൃത്തമാണ് അരുണാചൽ പ്രദേശിൽ പ്രചാരത്തിലുള്ളത്? മാസ്ക് ഡാൻസ്, മുഖംമൂടി നൃത്തം. അരുണാചൽ പ്രദേശിലെ ഒരു പ്രധാന നാടോടി നൃത്തരൂപമാണ് മാസ്ക് ഡാൻസ് അഥവാ മുഖംമൂടി നൃത്തം. ഇത് ബുദ്ധമതത്തിന്റെയും പ്രാദേശിക ആചാരങ്ങളുടെയും സ്വാധീനത്തിൽ രൂപപ്പെട്ടതും ഉത്സവങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതുമാണ്. ഹിന്ദു മിത്തോളജിയെ അടിസ്ഥാനമാക്കി ഉത്തർപ്രദേശിൽ പ്രചാരത്തിലുള്ള നാടോടി നാടകവും നൃത്തരൂപവും ഏതാണ്? നൌടങ്കി, രാസലീല. ഉത്തർപ്രദേശിലെ പ്രധാന നാടോടി നൃത്ത നാടകരൂപങ്ങളാണ് നൌടങ്കിയും രാസലീലയും. നൌടങ്കി പ്രാദേശിക കഥകളും സാമൂഹിക വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ, രാസലീല കൃഷ്ണന്റെയും രാധയുടെയും ജീവിതത്തിലെ പ്രണയകഥകൾക്ക് ഊന്നൽ നൽകുന്നു. ഉത്തരാഖണ്ഡുമായി പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാടോടി നൃത്തരൂപങ്ങൾ ഏതെല്ലാം? ഗർവാലി, കുമയൂണി. ഉത്തരാഖണ്ഡിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പ്രധാന നാടോടി നൃത്തങ്ങളാണ് ഗർവാലിയും കുമയൂണിയും. ഇവ പ്രാദേശിക ഉത്സവങ്ങൾ, വിവാഹങ്ങൾ, മറ്റു വിശേഷ അവസരങ്ങൾ എന്നിവയിൽ അവതരിപ്പിക്കപ്പെടുന്നു. മലനിരകളിലെ ജീവിതരീതികളെ പ്രതിഫലിപ്പിക്കുന്നവയാണ് ഈ നൃത്തങ്ങൾ. നവരാത്രി ആഘോഷങ്ങളിൽ ഗുജറാത്തുമായി പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ജനപ്രിയ നാടോടി നൃത്തങ്ങൾ ഏതെല്ലാം? ഗർബയും ദാണ്ടിയ റാസും. ഗുജറാത്തിലെ ഏറ്റവും പ്രശസ്തമായ നാടോടി നൃത്തങ്ങളാണ് ഗർബയും ദാണ്ടിയ റാസും. നവരാത്രി ആഘോഷങ്ങളിലാണ് ഇവ പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നത്. ഗർഭദേവി ആരാധനയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ദാണ്ടിയ റാസ് കൃഷ്ണന്റെയും ഗോപികമാരുടെയും ലീലകളെ അനുസ്മരിക്കുന്നു. ഒഡീഷയിൽ ഉത്ഭവിച്ച ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? കൂടാതെ ആ സംസ്ഥാനത്തിലെ ഒരു പ്രധാന ആയോധന നാടോടി നൃത്തം ഏതാണ്? ഒഡീഷി, ക്ലാസിക്കൽ, കൂടാതെ പൈഗ, ആയോധന നാടോടി നൃത്തം. ഒഡീഷയുടെ തനതായ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഒഡീഷി. ഇത് ദേവദാസി പാരമ്പര്യത്തിൽ നിന്ന് വികസിച്ചതാണ്. പൈഗ എന്നത് ഒഡീഷയിലെ ഒരു പരമ്പരാഗത ആയോധന നാടോടി നൃത്തമാണ്. ഇത് യോദ്ധാക്കളുടെ വീര്യവും ധൈര്യവും പ്രകടിപ്പിക്കുന്നു. സ്ത്രീകളാൽ അവതരിപ്പിക്കപ്പെടുന്ന ബീഹാറിലെ ഒരു പ്രധാന നാടോടി നൃത്തരൂപം ഏതാണ്? ജാട്ട് ജാരിൻ. ബീഹാറിലെ പ്രധാനപ്പെട്ട ഒരു നാടോടി നൃത്തമാണ് ജാട്ട് ജാരിൻ. ഇത് സാധാരണയായി സ്ത്രീകളാണ് അവതരിപ്പിക്കുന്നത്. പ്രണയകഥകൾ, സാമൂഹിക വിഷയങ്ങൾ, പ്രവാസികളുടെ വേദന എന്നിവ പലപ്പോഴും ഇതിന്റെ പ്രമേയമാകാറുണ്ട്. നാഗാലാൻഡിലെ ഏത് നാടൻ നൃത്തത്തിലാണ് നർത്തകർ മുളങ്കമ്പുകൾക്കിടയിലൂടെ നീങ്ങുന്നത്? മുള നൃത്തം, ബാംബൂ ഡാൻസ്. മുള നൃത്തം നാഗാലാൻഡിലെ ചാങ് ഗോത്രക്കാരുടെ ഒരു പരമ്പരാഗത നൃത്തരൂപമാണ്. ഇത് ചാങ്ലോ എന്ന പ്രാദേശിക ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നർത്തകർ മുളങ്കമ്പുകൾക്കിടയിൽ താളത്തിൽ ചലിച്ചാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. ഗോവയിലെ ഏത് നാടൻ നൃത്തത്തിലാണ് പലപ്പോഴും പാട്ടുപാടുകയും സ്ത്രീകൾ കൂട്ടമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? ഫുഗ്ഡി. ഫുഗ്ഡി ഗോവയിലെ കൊങ്കൺ മേഖലയിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു പരമ്പരാഗത നൃത്തരൂപമാണ്. സാധാരണയായി ഗണേശ ചതുർത്ഥി, വ്രതങ്ങൾ പോലുള്ള മതപരമായ ആഘോഷങ്ങളിലാണ് ഇത് അവതരിപ്പിക്കാറ്. നർത്തകർ ഒരു വൃത്തത്തിൽ നിന്ന് പാടി കറങ്ങിക്കൊണ്ട് ഈ നൃത്തം ചെയ്യുന്നു. കർണാടകയിൽ വളരെ പ്രമുഖമായ പരമ്പരാഗത നാടകരൂപവും നൃത്തവും ഏതാണ്? യക്ഷഗാനം. യക്ഷഗാനം കർണാടകയിലെ ഒരു പ്രശസ്തമായ പരമ്പരാഗത നാടക കലാരൂപമാണ്. ഇത് നൃത്തം, സംഗീതം, സംഭാഷണം, വസ്ത്രധാരണം, മേക്കപ്പ് എന്നിവയുടെ സംയോജനമാണ്. സാധാരണയായി പുരാണ കഥകളും ഇതിഹാസ കഥകളും ആധാരമാക്കിയാണ് യക്ഷഗാനം അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഏതാണ്? കഥകളിയും മോഹിനിയാട്ടവും. കഥകളിയും മോഹിനിയാട്ടവും കേരളത്തിന്റെ തനതായ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ്. കഥകളി അതിന്റെ വിശദമായ വേഷവിധാനങ്ങൾക്കും മുഖാലങ്കാരങ്ങൾക്കും ആംഗ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മോഹിനിയാട്ടം ആകട്ടെ ലാസ്യഭാവത്തിന് ഊന്നൽ നൽകുന്ന ഒരു ഏകാംഗ നൃത്തമാണ്. ഛത്തീസ്ഗഡിലെ റാവത്ത് സമുദായവുമായി ബന്ധപ്പെട്ടതും യാദവന്മാർ അവതരിപ്പിക്കുന്നതുമായ നാടൻ നൃത്തരൂപം ഏതാണ്? റൌത്ത് നാച്ച. റൌത്ത് നാച്ച ഛത്തീസ്ഗഡിലെ യാദവ, റാവത്ത് സമുദായം അവതരിപ്പിക്കുന്ന ഒരു പരമ്പരാഗത നൃത്തമാണ്.
പ്രധാനമായും ദേവോത്ഥാൻ ഏകാദശിയുമായി ബന്ധപ്പെട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. ഈ നൃത്തം ഭഗവാൻ കൃഷ്ണന്റെ ഗോപാലക വേഷത്തെ അനുസ്മരിപ്പിക്കുന്നു. ജമ്മുകാശ്മീരിലെ സ്ത്രീകളുടെ ഏറ്റവും പ്രചാരമുള്ള നാടൻ നൃത്തം ഏതാണ്? റൌഫ്. റൌഫ് ജമ്മു കാശ്മീരിലെ സ്ത്രീകളുടെ ഒരു പരമ്പരാഗത നാടൻ നൃത്തരൂപമാണ്. വസന്തകാലത്തും ഈദ് പോലുള്ള ആഘോഷവേളകളിലുമാണ് ഇത് സാധാരണയായി അവതരിപ്പിക്കുന്നത്. നർത്തകർ പരസ്പരം മുഖാമുഖം നിന്ന് ലളിതമായ ചുവടുകളിലൂടെയും പാട്ടുകളിലൂടെയുമാണ് ഈ നൃത്തം ചെയ്യുന്നത്. ജാർഖണ്ഡിൽ സാധാരണവും ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും പ്രചാരത്തിലുള്ളതുമായ ആയോധന കലാരൂപമായ നാടൻ നൃത്തം ഏതാണ്? ഛൗ. ഛൗ ഇന്ത്യയിലെ ഒരു അർദ്ധ ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഇത് അതിന്റെ ആയോധനപരമായ ശൈലിക്കും കഥ പറയുന്ന രീതിക്കും പേരുകേട്ടതാണ്. സരാകേല ഛൗ, ജാർഖണ്ഡ്, മയൂർഭഞ്ച് ഛൗ, ഒഡീഷ, പുരുലിയ ഛൗ, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 3 പ്രധാന ശൈലികളുണ്ട്. ചരിത്രപരമായി തമിഴ്നാടുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ഭരതനാട്യം തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച ഏറ്റവും പഴക്കമുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നാണ്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ദേവദാസി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ഒരു ഏകാംഗ നൃത്തമാണിത്. പശ്ചിമ ബംഗാളിൽ വളരെ പ്രചാരമുള്ള നാടൻ നാടകരൂപം ഏതാണ്? ജാത്ര. ജാത്ര പശ്ചിമ ബംഗാളിലും കിഴക്കൻ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ള ഒരു പ്രശസ്തമായ നാടൻ നാടകരൂപമാണ്. സാധാരണയായി തുറന്ന സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്ന ഈ നാടകം സംഗീതം, നൃത്തം, സംഭാഷണം എന്നിവയുടെ ഒരു സംയോജനമാണ്. പ്രധാനമായും പുരാണ കഥകളെയും ചരിത്ര സംഭവങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ജാത്ര. പഞ്ചാബിലെ ഏറ്റവും പ്രശസ്തമായ 2 നാടൻ നൃത്തങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പുരുഷന്മാരും മറ്റൊന്ന് സ്ത്രീകളും അവതരിപ്പിക്കുന്നത്. ഭാംഗ്ര പുരുഷന്മാർ, ഗിദ്ദ സ്ത്രീകൾ. ഭാംഗ്രയും ഗിദ്ദയും പഞ്ചാബിലെ ഏറ്റവും ഊർജ്ജസ്വലമായ നാടൻ നൃത്തരൂപങ്ങളാണ്. വിളവെടുപ്പ് ഉത്സവമായ ബൈസാഖിയുമായി ബന്ധപ്പെട്ടാണ് ഭാംഗ്ര പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ഗിദ്ദ സ്ത്രീകളാൽ അവതരിപ്പിക്കപ്പെടുന്ന നൃത്തമാണ്. ഇത് സാധാരണയായി വിവാഹങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും കാണപ്പെടുന്നു. ഒറ്റക്കമ്പി വാദ്യോപകരണത്തോടൊപ്പം അവതരിപ്പിക്കപ്പെടുന്നതും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പ്രചാരത്തിലുള്ളതുമായ നാടൻ കലാരൂപം ഏതാണ്? പാണ്ഡവാണി. പാണ്ഡവാണി എന്നത് മഹാഭാരതത്തിലെ കഥകൾ വിവരിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ്. ഇത് പ്രധാനമായും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ഗ്രാമീണ മേഖലകളിൽ പ്രചാരത്തിലുണ്ട്. തീജൻ ബായ് ഈ കലാരൂപത്തിന് ആഗോള പ്രശസ്തി നേടിക്കൊടുത്ത കലാകാരിയാണ്. മിസോറാമിലെ ഏത് നാടോടി നൃത്തമാണ് മുള നൃത്തം എന്നും അറിയപ്പെടുന്നത്? ചേരാവ്. ചേരാവ് നൃത്തം മിസോറാമിലെ ഒരു പ്രധാനപ്പെട്ടതും മനോഹരവുമായ നാടോടി നൃത്തമാണ്. മുളകൾ നിലത്ത് ക്രമീകരിച്ച് താളാത്മകമായി അടിച്ചു നർത്തകർ അതിനിടയിലൂടെ ചുവടുകൾ വെച്ച് നൃത്തം ചെയ്യുന്നു. ഇത് ഉത്സവങ്ങളിലും വിശേഷ അവസരങ്ങളിലും അവതരിപ്പിക്കാറുണ്ട്. മേഘാലയയിലെ കാസി സമൂഹം സാധാരണയായി അവതരിപ്പിക്കുന്ന നന്ദിസൂചകമായ നാടോടി നൃത്തം ഏതാണ്? കാഷാദ് സുഗ് മിൻസിയം, കാഷാദ് സക് മിൻസിയം. കാഷാദ് സുഗ് മിൻസിയം കാസി ഭാഷയിൽ സമാധാനപരമായ ഹൃദയത്തിന്റെ നൃത്തം എന്ന് അർത്ഥമാക്കുന്നു. ഇത് വിളവെടുപ്പിനു ശേഷവും മറ്റ് ആഘോഷവേളകളിലും കാസി ജനത ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നടത്തുന്ന ഒരു പരമ്പരാഗത നൃത്തമാണ്. മണിപ്പൂരിന്റെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ശാസ്ത്രീയ നൃത്തരൂപവും ആയോധന കലാരൂപവും ഏതാണ്? മണിപ്പൂരി ശാസ്ത്രീയ നൃത്തം, താങ് താ ആയോധന കല. മണിപ്പൂരി നൃത്തം ഭക്തിയും സൗന്ദര്യവും സമന്വയിക്കുന്ന ഒരു ശാസ്ത്രീയ നൃത്തരൂപമാണ്. താങ് താ ആകട്ടെ വാൾ, കുന്തം എന്നിവ ഉപയോഗിച്ചുള്ള മണിപ്പൂരിലെ തനതായ ഒരു ആയോധന കലാരൂപമാണ്. ഈ 2 രൂപങ്ങളും മണിപ്പൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു.